നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസീമമായ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. കൊല്ലിയോട് ബ്രദറൻ സഭ ദൈവകൃപയിൽ ആശ്രയിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർമാനമായ വചന പഠനത്തിൻ്റെ മൂന്നാമത്തെ ദിവസമായ ഇന്ന് ഇത്രയും സഹോദരീ സഹോദരന്മാർക്ക് ഒരുമിച്ച് കൂടുന്നതിന് ഇടയായതിൽ സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വിലയേറിയ ശുശ്രൂഷയ്ക്ക് അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്ത് വചനം ശുശ്രൂഷിക്കുന്നതിന് എന്നെ ക്ഷണിച്ച ഇവിടെയുള്ള സ്ഥലം സഭയോടും ചുമതലപ്പെട്ട സഹോദരങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും ആദ്യമേ അറിയിക്കുകയാണ്. അതുമാത്രമല്ല, ഈ യോഗങ്ങളിൽ മികവ് നൽകുന്ന നിലയിൽ നല്ല ഗാനങ്ങൾ ആലപിച്ച ഇവിടെ ഉള്ള കുഞ്ഞുങ്ങൾ, അതുപോലെ പ്രിയ ജോൺ സി ദാസ് ബ്രദർ പ്രാർത്ഥിച്ചും ഇതിൻ്റെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയും പാട്ടിന് മുഖവര പറഞ്ഞുമൊക്കെ അതുപോലെ സജീവമായ സാന്നിധ്യം കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയിൽ കൂട്ടുവേലക്കാരായ ദൈവദാസന്മാർ ചിലരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കായിട്ടും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇടമുറിയാത്ത മഴയാണ് ഈ ദിവസങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും മഴയെ അതിജീവിച്ചുകൊണ്ട് ഈ സ്ഥലം സഭയോടുള്ള കൂട്ടായ്മയിലും ദൈവവചനം കേൾക്കുവാനുള്ള വാഞ്ചയാലും വളരെ ദൂരെ നിന്നുമൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു വന്നു ചേർന്ന എല്ലാവരെയും ദൈവം വന്നതിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള സഭയെ ഓർത്ത് പിന്നെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ദാസൻ ബെന്നി ബ്രദർ ഈ സഭയോട് ചേർന്ന് ചെയ്യുന്ന ശുശ്രൂഷകൾ സഭയ്ക്ക് പ്രയോജനകരമായും സുവിശേഷ വ്യാപനം ഉണ്ടാകുന്നതിനും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് ഒരു സഭ പുരോഗതിക്ക് വേണ്ടുന്ന അധ്വാനം ചെയ്യുന്ന മറ്റ് സഹോദരങ്ങളെ ഓർത്തും ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അതുമാത്രമല്ല, ഞാൻ ആദ്യ ദിവസം ഓർപ്പിച്ചതുപോലെ ഈ വർഷത്തിലെ രണ്ടാമത്തെ ഒരു ബൈബിൾ പഠന ദിവസമാണ്, ക്രമീകരണമാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ KC ജോൺസൺ അവറുകളിലൂടെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന നിലയിൽ 3 ദിവസത്തെ ക്ലാസ് ഇവിടെ നടന്നതാണ്. അതിന് പുറമെയാണ് ആ വിഷയത്തോട് ചേരുന്ന മറ്റ് ഒരു 3 വിഷയങ്ങൾ ക്രമത്തിൽ ഇവിടെ പഠിപ്പിക്കുവാനായിട്ട് അവർ പിന്നെയും അവസരമുണ്ടാക്കിയത്. അപ്പോൾ സഭ ഈ വിഷയങ്ങളെക്കുറിച്ച് നന്നായി ആഗ്രഹിക്കുന്നു. ദൈവവചന പ്രമാണത്തിൽ ഉറച്ചു നിൽക്കണം, വിശ്വാസികൾ അത് ഗ്രഹിക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, പ്രിയ ബെന്നി ബ്രദർ ആദ്യ ദിവസവും ഇതിനു വേണ്ടി ക്ഷണിച്ചപ്പോൾ പറഞ്ഞത്, പുറത്തുനിന്നൊന്നും എത്ര പേര് വരുന്നില്ല എന്നത് നമുക്കൊരു വിഷയമല്ല. ഇവിടെയുള്ള സഭാവിശ്വാസികൾ, പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഇളയ തലമുറ ഈ കാര്യങ്ങളിൽ വളരെ ബോധ്യമുള്ളവരായി വ്യക്തതയുള്ളവരായി തീരണം. അവർ അതിൽ നിലനിൽക്കണം. ആ ഒരു ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അതുകൊണ്ട് പുറത്തുനിന്നും കൂടുന്ന കൂട്ടത്തെക്കാൾ ഇവിടെ ഉള്ളവർ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നു, അവർ നന്നായിട്ട് അത് കേൾക്കുന്നു എന്നുള്ളതിലും സന്തോഷമുണ്ട്. ഇവിടെ ഓർത്തതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾക്കനുസൃതമായി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദേശത്ത് പാർക്കട്ടെ എന്ന് ആശംസിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതുമാത്രമല്ല, ഇന്ന് പകലിൽ ഞാൻ ഇവിടെ ആരാധന യോഗത്തിലും പങ്കെടുത്തു. 3 ദിവസത്തെ രാത്രി യോഗത്തിന് പുറമെ ഇന്നത്തെ ആരാധന യോഗത്തിൽ എനിക്കും പങ്കെടുക്കുവാൻ കഴിഞ്ഞു. അത് ഈ സഭയോടുള്ള ബന്ധത്തിൽ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു എനിക്ക്. അതും വളരെ സന്തോഷകരമായ അനുഭവമായിരുന്നു. ആരാധനയ്ക്ക് ശേഷം ഒരു സ്നേഹ വിരുന്നുണ്ടായിരുന്നു. ഓരോ വീടുകളിൽ നിന്നും നല്ല സമൃദ്ധമായ ഭക്ഷണം ഒരുക്കി ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു. അതിലും ഒരു പുതിയ അനുഭവം എനിക്കുണ്ടായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്യോന്യം സ്നേഹത്തിലും കൂട്ടായ്മയിലും വിശ്വാസത്തിലും പ്രത്യാശയിലും
നാളുതോറും വർദ്ധിച്ചു വരുവാൻ തുടർന്നും നിങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ കർത്താവിൻ്റെ ദാസൻ അധ്യക്ഷൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ 2 ക്ലാസ്സുകൾ 2 ദിവസങ്ങളിലായിട്ട് കേട്ടത് അതിൽ തന്നെ പൂർണ്ണമല്ല എന്ന് എനിക്കും കേട്ട നിങ്ങൾക്കും അറിയാം. രക്ഷ എന്ന് പറയുന്നത് അടിസ്ഥാന വേദ പഠന ശാഖയിലെ ഒരു ശാഖയാണ്. അത് 1 മണിക്കൂറോ 1.25 മണിക്കൂറോ കൊണ്ടുള്ള ഒരു ക്ലാസ്സിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ഓർപ്പിച്ചു, അത്രയേ ഉള്ളൂ. ഇന്നലത്തെ വിഷയം അത് തന്നെയാണ്, സ്നാനം. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും സ്നാനപ്പെട്ടിരിക്കും. നമ്മൾ പലവട്ടം ഇന്നലെ ഉദ്ധരിച്ച ഒരു വാക്യമാണ്, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തി ഉറപ്പായിട്ടും മറ്റാരുടെയും പ്രേരണ കൂടാതെ സ്വപ്രേരണയാൽ ഇങ്ങോട്ട് ചോദിക്കും, ഞാൻ സ്നാനപ്പെടണം, അതിനെന്താണ് തടസ്സം? അങ്ങനെ ആ വ്യക്തിയുടെ ആഗ്രഹപ്രകാരം തീർച്ചയായിട്ടും ആ വിഷയത്തിന് ആൾ വിധേയപ്പെടും. അത് സഭ നിവർത്തിച്ചു കൊടുക്കേണ്ട ഒരു കാര്യവുമാണ്. അങ്ങനെ 2 ക്ലാസ്സുകളിൽ ആ 2 വിഷയങ്ങളും നമുക്ക് അത്യാവശ്യം ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുകയാണ്. ഇന്നത്തെ വിഷയം അതുപോലെയും പറയാൻ പറ്റുന്നതല്ല. ഈ അപ്രിയ സത്യങ്ങൾ എന്ന് പറയുമല്ലോ, സത്യമാണ്, പക്ഷേ കേൾക്കാൻ അത്ര പ്രിയമില്ലാത്ത, അത്ര രസിക്കാത്ത ഒരു വിഷയമാണ് വേർപാട് എന്ന് പറയുന്നത്. അത് ഞാൻ ഉദ്ദേശിച്ചത് വിശ്വാസികളുടെ കാര്യമാണ്. ഈ നാളുകളിൽ വേർപാട് പറയുന്നത് ഇഷ്ടപ്പെടാത്തത് അവിശ്വാസികളല്ല, പിന്നെ ആരാണ്? വിശ്വാസികളാണ്. വിശ്വാസികൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു വിഷയമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് വേർപാട് ജീവിതമെന്ന് പറയുന്നത്. അത് പറയാനായിട്ട് ആരും ഒരുങ്ങുന്നുമില്ല. കാരണം എന്തിനാ വെറുതെ കല്ലേറ് വാങ്ങുന്നത്, എന്തിനാണ് വെറുതെ ഒരു വഴക്കിന് പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച് മൗനം പാലിച്ച് പോരുകയാണ് മിക്കവാറും ആളുകൾ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ജനത്തിനും അതാണ് ഇഷ്ടം, അതൊന്നും പറയാതെ ഇരിക്കുന്നതാണ് ജനത്തിനും ഇഷ്ടം. അപ്പോൾ ജനത്തിൻ്റെ ആഗ്രഹവും പറയേണ്ടവരും അതിനോട് ചേർന്ന് ഇങ്ങനെ ഒത്തുപോകുന്ന ഒരവസ്ഥ നമുക്കിവിടെ ഇപ്പോൾ ഉണ്ട്, നമ്മളത് കാണുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ വീണ്ടും ഇതുപോലെ കേൾപ്പിക്കുവാനിടയാകുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ആലത്തൂർ ബ്രദറൻ സഭയിൽ ഈ വേർപാട് എന്ന വിഷയം മാത്രം 3 ദിവസങ്ങളിലായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ ഇന്നിപ്പോൾ പറയുമ്പോൾ ഇത് എവിടെ തുടങ്ങണം, ഏത് ഭാഗം വിശദീകരിക്കണം, എവിടെ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ആകുലതയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അങ്ങനെയുള്ള ഒരു വിഷയമാണ് ഈ പറയുന്ന വിഷയം. എല്ലാം പ്രധാനപ്പെട്ടതാണ്, ഒന്നും ഒഴിവാക്കാനും പറ്റത്തില്ല, എല്ലാം പറയുകയും വേണം, അതിന് നമുക്ക് സമയവും അനുവദിക്കത്തില്ല. എങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പിന്നെയും ആവർത്തിച്ച് പറയുന്നു. ഇവിടെയുള്ള ഇളയ തലമുറയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ക്ലാസ് എന്ന നിലയിൽ അത്യാവശ്യം ചില ഭാഗങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. വാക്യമൊക്കെ വായിക്കാൻ എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നു എന്ന് കരുതുന്നു. ഒരു മത്സര ബുദ്ധിയിൽ അതൊക്കെ മുമ്പിലത്തെ പോലെ വായിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഈ വേർപാട് എന്ന് പറയുന്നത്, വേർപാടെന്ന വാക്കിന് വിഭജനം എന്ന് അർത്ഥം പറയാം, അല്ലെങ്കിൽ വേറൊന്നാകുക, മറ്റൊന്നാകുക. എന്താണ് വേർപാടെന്ന് പറഞ്ഞാൽ? വേറൊന്നാകുക, മറ്റൊന്നാകുക, അല്ലെങ്കിൽ വിഭിന്നമായ, പിന്നെ സെപ്പറേഷൻ എന്ന് ഇംഗ്ലീഷിൽ അതിനെ പറയുമല്ലോ, സെപ്പറേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയമാണിത്, അങ്ങനെയുള്ള ഒരു ആശയമാണ് ഈ പറയുന്നത്. വിശ്വാസിയുടെ ജീവിതത്തിൽ വിശ്വാസി ഏറ്റെടുത്തിരിക്കുന്ന വിശ്വാസവും വിശ്വാസി ഏറ്റെടുത്തിരിക്കുന്ന ഉപദേശ വിഷയങ്ങളും പ്രായോഗിക തലത്തിൽ പ്രതിഫലിപ്പിക്കുന്നതാണ് വേർപാട് ജീവിതം. അല്ലെങ്കിൽ ഒരു വിശ്വാസി ഏറ്റെടുത്തിരിക്കുന്ന വിശ്വാസവും ഉപദേശ സത്യങ്ങളും വേർപാട് ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടത് ആവശ്യമായ ആ ആളിനെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാവാത്ത വിഷയമായിരിക്കുന്നു. മനസ്സിലായോ? നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന വിശ്വാസം, നമ്മൾ എന്തൊരു വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നുവോ, എന്തൊരു ഉപദേശം സ്വീകരിച്ചിരിക്കുന്നുവോ, ആ ഉപദേശവും ആ വിശ്വാസവും ലോകത്തിൻ്റെ മുമ്പാകെ ജീവിതം കൊണ്ട് തെളിയിക്കണം. ആ തെളിയിക്കുന്ന ആ അവസ്ഥാവിശേഷത്തെ നമുക്ക് ബൈബിളിൻ്റെ ശൈലിയിൽ എങ്ങനെയെന്ന് പറയാം? വേർപാട് എന്ന് പറയാം. അങ്ങനെ വേർപാട് ജീവിതം ചെയ്യുവാൻ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്.
ആ വലിയ ചുമതല നമ്മുടെ ഭാഗത്ത് നിക്ഷിപ്തമാണ്. പോരായ്മകളൊക്കെ ചിലപ്പോൾ ചിലതിലൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതെല്ലാം പരിഹരിച്ച് ഈ വിഷയം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഒന്ന്, ആര് വേർപെടണം? അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പറയാൻ പറ്റത്തില്ല. ഒരു ഭാഗം പറഞ്ഞ് അങ്ങനെ തൊട്ട് നമുക്ക് പോകാം. ആരാണ് വേർപെടേണ്ടത്? 2 കൊരിന്ത്യർ 6:14 വായിച്ചോ. 2 കൊരിന്ത്യർ 6-14 വാക്യം. നിങ്ങൾ, അതാണ് നിങ്ങൾ. ആ ഒരു പദം ഇൻവെർട്ടഡ് കോമയ്ക്കകത്താക്കി അടർത്തി പൊളിച്ച് പഠിക്കണം. നിങ്ങൾ, ആരായി നിങ്ങൾ? ആരാണ് ഈ നിങ്ങളെന്ന് ഈ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ആ ലേഖനം തന്നെ 1-ാം അധ്യായം 2-ാം വാക്യം നോക്ക്, വായിച്ചോ. എവിടെയാ വായിക്കുന്നത് ഇത്? 1 കൊരിന്ത്യർ 1:2. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ട അവിടെയും ഇവിടെയും എവിടെയുമുള്ള ആളുകളാണ് അവിടെ നിങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊല്ലിയോടിലുള്ളവരും അതിൽ പെടുന്നതാ. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും അതിൽ പെടുന്നതാ. ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഇതിൽ പെടുന്നതാ. അപ്പോൾ ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും എങ്ങനെയുള്ളവരായിരിക്കണം? കുഞ്ഞുമക്കളെ ശ്രദ്ധിച്ചോ, എങ്ങനെയുള്ളവരായിരിക്കണം? വേർപെട്ടവരായിരിക്കണം. അവരോടാണ് പറയുന്നത്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. അപ്പോൾ ആരാ വേർപെട്ടിരിക്കേണ്ടത്? അതിനെ വേറൊരു നമ്മുടെ പഠന ശൈലിയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട മുഴുവൻ വിശ്വാസികളും തീർച്ചയായിട്ടും വേർപെട്ടവരായിരിക്കണം. അതാണ് ആ ഒരു പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. പറയാൻ ഒരുപാടുണ്ട് ആര് എന്നുള്ള ആ ചോദ്യത്തിന്. 2, എന്തുകൊണ്ട് വേർപെടണം? അതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് ഒരു വിശ്വാസി വേർപെട്ട് ജീവിക്കണം? അതിൻ്റെ ഒരു കാര്യം, ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് വേർപാട് ജീവിതം, വേർപെട്ട് ജീവിക്കുക. ദൈവം തന്നെ വേർപാടിന് തുടക്കം കുറിച്ചതാണ്. ഈ പ്രകൃതിയിൽ തന്നെ ദൈവം വേർപാടിന് ആരംഭം കുറിച്ചു. ഉൽപ്പത്തി പുസ്തകം 1:4 വാക്യം വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4 വാക്യം. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ എന്ത് ചെയ്തു? വേർതിരിച്ചു. കണ്ടോ? അപ്പോൾ വേർപിരിക്കുക, വേർപാട് എന്നൊരു വിഷയം ലോകത്തിൽ തുടങ്ങി വച്ചത് തന്നെ ദൈവമാണ്. നമ്മൾ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അതായത് 4-ാം സങ്കീർത്തനമാണെന്ന് തോന്നുന്നു. ദൈവം ഭക്തനെ തനിക്കായി എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്നു. അപ്പോൾ ദൈവം ഭക്തന്മാരെ വേർതിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. നമുക്കങ്ങനെ കൂടുതൽ വിവരിപ്പാൻ നിവൃത്തിയില്ല. എസ്രാ 10:11 വാക്യം നോക്ക്. എസ്രായിയുടെ പുസ്തകം 10-ാം അധ്യായം. എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ, ആവേശം തോന്നിയ ഒരു വാക്യം ഇപ്പോൾ പറയുന്ന ഭാഗത്തുണ്ട്. എസ്രാ 10:11 വായിച്ചേ. അവൻ്റെ ഇഷ്ടമനുസരിച്ച് ദേശനിവാസികളോട് കണ്ടോ ആ വാക്ക് കണ്ടോ? ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ലോകത്തോട്, അന്യജാതിക്കാരുകളോട്, ആളുകളോട് എന്ത് ചെയ്യുക? വേർപെടും. ഈ വാക്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. എന്നെ അവിടെ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നാം വേർപെട്ട് ജീവിക്കണമെന്നുള്ളത്. ആട്ടെ, മുമ്പോട്ട് പോകാം. പിന്നെ എന്തുവാ? യോഹന്നാൻ്റെ സുവിശേഷം 15:19 വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 19 വാക്യം നോക്ക്. എന്നിട്ട് ആ വാക്കുകൾ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ
ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് വേർപെടണം? നമ്മൾ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ ജീവിക്കേണ്ടതിന് ലോകത്തിൽ നിന്ന് നമ്മെ ദൈവം എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. അവിടെ രസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, അങ്ങനെ തിരഞ്ഞെടുത്ത് പിന്നെ എവിടെ തന്നെ വെച്ചേക്കുന്നു? സ്വർഗത്തിൽ കൊണ്ടുപോയിട്ടില്ല. പിന്നെ ഈ ലോകത്തിൽ കൊല്ലിയോടിൽ നിന്ന് തിരഞ്ഞെടുത്ത് കൊല്ലിയോടുകാരനായി ജീവിക്കാതെ പിന്നെ എവിടെയാണ് വെച്ചേക്കുന്നത്? അങ്ങ് കോട്ടയത്ത് കൊണ്ടല്ല വെച്ചേക്കുന്നത്, അല്ലയോ? പിന്നെ എവിടെ തന്നെയാ? കൊല്ലിയോടിൽ തന്നെ ദേശത്ത് പാർക്കുന്നു. വിശ്വസ്തത പാലിച്ച് കർത്തൃസാക്ഷിയായിട്ട് ക്രിസ്തീയ മാതൃകയോടെ ആ ദൈവവചന സത്യത്തിനൊത്ത് ഈ ദേശത്ത് തന്നെ ജീവിക്കേണ്ടതിന് ഇവിടെ തന്നെ വയ്ക്കുന്നു. എന്ത് പാടാണെന്ന് ഓർക്കണേ. ആ വാക്ക് ഒരു മനപ്പാടമാക്കാൻ നമുക്കിടയാകട്ടെ. ഈ യോഹന്നാൻ 15:19 ഓർത്തു വെച്ച് മനപ്പാടമാക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. വീണ്ടും നമ്മൾ ലോകത്തിൽ തന്നെ ആയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശ്യമാണ് നമ്മൾ വേർപെട്ട് ജീവിക്കണമെന്നുള്ളത്. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 1-2 വാക്യം നോക്ക്. ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ആരാണ്? മക്കളാണ്. ഇനി 2-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ആരാണ്? വിശുദ്ധ ജനമാണ്. ഇനി അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരാം. തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പറ, വേർപെട്ട് ജീവിക്കണം. അവിടെ പറയുന്ന പ്രയോഗങ്ങൾ കണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ്, നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ഇരിക്കേണ്ടതിനായി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പം നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ഈ ഉദ്ദേശ്യങ്ങളോടുകൂടെയാണ്. അതുകൊണ്ട് നമ്മൾ ലോക മനുഷ്യരെ പോലെ ജീവിക്കരുത്. വിഭിന്നമായ, വേറിട്ട, വ്യത്യസ്തമായ, വചനാനുസൃതമായ ഒരു ജീവിതം ചെയ്യുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വേർപെട്ടേ മതിയാകൂ എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ആദിമ സഭ വേർപെട്ടിരുന്നു. നമ്മൾ ആ സഭയുടെ പിന്തുടർച്ചക്കാരാണ്. നമ്മൾ ഈ സഭ എന്നുള്ള ആ ഭാഗം നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ ഏതാണോ ലോകത്തിൽ ഉളവായ ആദിമ സഭ, ആ സഭ വേർപെട്ടിരുന്നവരാണ്. ആ സഭയുടെ പ്രമാണങ്ങൾ പാലിച്ചു പോകുന്നവരാണ് നമ്മളെങ്കിൽ എന്നല്ല, നമ്മൾ അതിനനുസരിച്ച് പോകണമെന്ന് പറയുന്നവരും പോകുന്നവരുമാണ്. ആ പോകുന്ന നമ്മുടെ മുൻ പിതാക്കന്മാർ, ആദിമകാലത്തെ വിശ്വാസികൾ വേർപെട്ടിരുന്നു എന്നുള്ളത് അതുപോലെ വേർപെട്ട് ജീവിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്ന വിഷയമാണ്. അതെവിടെയാണ് പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 40-41 വാക്യം നോക്ക്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 40-41 വാക്യം. മതി. ഇവിടുത്തെ വാക്ക് ശ്രദ്ധിക്കണേ. മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് പ്രബോധിപ്പിച്ചു. ആര്? ഇത് പശ്ചാത്തലം അറിയാമല്ലോ. അപ്പോസ്തലനായ പത്രോസിൻ്റെ പെന്തക്കോസ്ത് ദിവസത്തിലെ പ്രസംഗമാണ്. പെന്തക്കോസ്ത് ദിവസത്തിൽ പത്രോസ് ചെയ്ത പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ പ്രസംഗത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വെളിപ്പെടുത്താതെ ഒരു പ്രയോഗത്തിലൂടെ അതിലെന്തായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. മറ്റ് പല വാക്കുകളാലും അവൻ അവരെ പ്രബോധിപ്പിച്ചു. ആ പല വാക്കുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് ഇവിടെ വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നതാണെന്നറിയാമോ? ആ പല വാക്കുകൾ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്ത് ചെയ്തുകൊള്ളുക? നിങ്ങൾ രക്ഷിക്കപ്പെടുക. ഈ വക്രതയുള്ള എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തെ ആളുകളെ പത്രോസ് വിശേഷിപ്പിച്ചത് കണ്ടോ? അവിടെ വന്ന് കൂടിയിരിക്കുന്ന അവിശ്വാസികളായ ആളുകളെ, നമ്മുടെ ശൈലിയിൽ പറഞ്ഞാൽ മദ്യപാനികളായ, പുകവലിക്കാരായ, അക്രമികളായ, കൊലപാതകികളായ, തല്ലും കൊല്ലും ഒക്കെ നടത്തുന്നവരായ, ക്രമക്കേട് ചെയ്യുന്നവരായ, വക്രബുദ്ധികളായ, കുടുംബക്കലഹം ഉണ്ടാക്കുന്നവരായ, നിയമം കയ്യിലെടുക്കുന്നവരായ, ബോധിച്ചതുപോലെ ജീവിക്കുന്നവരായ, അനുസരണമില്ലാത്തവരായ, കോപിക്കുന്നവരായ, എല്ലാവിധത്തിലും തിന്മ
ചെയ്യുന്നവരായ ഒരു കൂട്ടം ആളുകൾ അവിടെ കൂടി നിൽക്കുകയാണ്. അവരെ പത്രോസ് പറയുകയാണ്, ഈ വക്രതയുള്ള തലമുറ, ഈ വക്രതയുള്ള തലമുറ, ഈ വക്രതയുള്ള തലമുറ എന്ന് ആ തലമുറയെ പത്രോസ് പറയുമ്പോൾ, ഇന്നുള്ളതുപോലെ അന്ന് മൊബൈലില്ല, കമ്പ്യൂട്ടറില്ല, വൈദ്യുതിയില്ല, ഇന്നത്തെ അത്യാധുനിക സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യയുടെ വളർച്ചകൾ ഒന്നുമില്ലാത്ത പൗരാണിക കാലമാണ് എന്ന് ഓർക്കുക. ആ പണ്ടത്തെ കാലത്തെ അന്നത്തെ മനുഷ്യരുടെ അവരുടെ സ്വഭാവത്തെ പത്രോസ് വിശേഷിപ്പിച്ചതാണ് എന്തോന്ന് വക്രത. ആ പത്രോസ് ഇന്നാണ് പ്രസംഗിച്ചെങ്കിൽ എന്ത് പറഞ്ഞേനെ, ഭാഷയിൽ വാക്കുണ്ടായിരിക്കത്തില്ല. വക്രതയുള്ളതെന്നല്ല പറയേണ്ടത്. എന്തോ ഒരു പാപത്തിൻ്റെ അതിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ എത്തി നിൽക്കുന്ന ഒരു സ്വഭാവ പ്രകൃതം ഇന്ന് മനുഷ്യർക്കുണ്ട്. ആ ആളുകളെ ഉദ്ധരിച്ചിട്ട് പത്രോസ് പറയുകയാണ്, ഈ ആളുകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ പെട്ടുപോകാതിരിപ്പാൻ, നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുക, ഇവരിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുക, വിട്ടുപോകുക. ഈ ഭാഗം ഞാൻ പറയുന്നിടത്തൊക്കെ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന തമിഴ് ബൈബിളിലെ ഭാഗം പറയാറുണ്ട്. തമിഴ് ബൈബിളിൽ ഇവിടെ ആരെങ്കിലും അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കിക്കോ. അവിടെ പറയുന്നത്, இந்த സന്തതിയെ വിട്ട് വിലകി ഉങ്ങളെ രക്ഷിത്തു കൊള്ളുങ്ങൾ. இந்த സന്തതിയെ വിട്ട് വിലകി ഉങ്ങളെ, അവിടെ ആ വിട്ട് വിലകി എന്നുള്ള പ്രയോഗമുണ്ടല്ലോ, അത് മലയാള ഭാഷയിൽ ഇല്ലാതെ പോയി. അതൊരു സങ്കടമാണ്, അതൊരു നഷ്ടമെന്ന് പറയണം. ഈ സന്തതിയിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുക, അവരിൽ നിന്ന് വേർപെട്ടു പോകുക എന്ന് അവരെ അതിശക്തമായി പത്രോസ് പ്രബോധിപ്പിച്ചപ്പോൾ ആ വാക്ക് അവരെല്ലാവരും സന്തോഷത്തോടെ ഏറ്റെടുത്തെന്ന്, ആ വാക്ക് അവർ സ്വീകരിച്ചു. അതിന് തെളിവുണ്ടോ നോക്കിക്കേ. അവൻ്റെ വാക്ക് എന്ത് ചെയ്തു? ഇനി അവിടെയും മലയാളത്തിലൊരു പദം നമുക്ക് ഇല്ലാതെ പോയി. അവൻ്റെ വാക്ക് കൈക്കൊണ്ടെന്നേ ഉള്ളൂ. അത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അവൻ്റെ വാക്ക് എങ്ങനെ ഏറ്റെടുത്തെന്നാണെന്നറിയാമോ? തമിഴിലുണ്ട് സന്തോഷമായി കൈക്കൊണ്ട്, ഗ്ലാഡ്ലി എന്നാണ്. സന്തോഷത്തോടെ കൈക്കൊണ്ട്, മുറുമുറുപ്പോടെ അല്ല. ഇന്നിങ്ങനെയൊക്കെ പറഞ്ഞാൽ ആളുകൾ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയില്ല. ഈ വാക്ക് സന്തോഷത്തോടെ ഏറ്റെടുത്ത ആ ആളുകൾ അന്ന് രക്ഷിക്കപ്പെട്ടു. എത്ര പേര് രക്ഷിക്കപ്പെട്ടു? അവർക്ക് ഈ വാക്ക് കേട്ടപ്പോൾ രക്ഷിക്കപ്പെടാൻ മടിച്ചില്ല. മനസ്സിലായ, പാപത്തെ ഉപേക്ഷിക്കണം, ലോക അനുകരണങ്ങൾ വിട്ടുവരണം, വിഗ്രഹങ്ങൾ വിട്ടുവരണം, പാപ സ്വഭാവങ്ങൾ വിട്ടുവരണം. ഒരുപാട് അവർ താലോലിച്ച് കൊണ്ട് നടക്കുന്ന പരസ്യവും രഹസ്യവുമായി ഒരുപാട് പ്രവൃത്തികളുണ്ട്. അതൊക്കെ ഉപേക്ഷിക്കുവാൻ പറഞ്ഞപ്പോൾ ഒരു മടിയുമില്ലാതെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ അവർ അത് ഉപേക്ഷിച്ചിട്ട് അവൻ്റെ വാക്ക് കൈക്കൊണ്ട് അഥവാ രക്ഷിക്കപ്പെട്ടു. അന്ന് തന്നെ അവർ 3000 പേർ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. എന്നിട്ട് പറയുന്ന വാക്കാണ് നമ്മളിപ്പോൾ പഠിക്കാൻ തുടങ്ങിയത്. അവരോട് ചേർന്നു. ആരോട് ചേർന്നു? ഒരു ഭൂരിപക്ഷം ആളുകളിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു വന്ന് ഒരു ന്യൂനപക്ഷത്തോട് ചേർന്നു. അന്ന് എത്ര പേരുണ്ടായിരുന്നു ആദിമ സഭയിൽ? ആകെ കുറച്ചു പേരേ ഉള്ളൂ. ഞാൻ ഈ വേറുപെട്ട് വന്ന 3000 പേരെയും വാസ്തവത്തിൽ നമ്മൾ ഹസ്തദാനം നൽകി മുക്തകണ്ഠ അഭിനന്ദിക്കുകയും ഹർഷാരവം മുഴക്കി അവരെ അംഗീകരിക്കുകയും വേണം. കാരണം അവർ കാണിച്ച ചങ്കൂറ്റം. അവർക്ക് യെരുശലേമിലെ വലിയ പള്ളി ദൈവാലയം ഉണ്ടായിരുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ അന്നുണ്ടായിരുന്നു. അധികാരം അവരുടെ കയ്യിലാണ്, പവറൊക്കെ അവരുടെ കയ്യിലാണ്. കർത്താവ് വംശീയമായിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരു വലിയ സമൂഹത്തിൽ നിന്ന് 3000 പേർ അന്ന് തന്നെ വിട്ടുവന്നു. അവരുടെ പൗരോഹിത്യ സഭയെ വിട്ടുവന്നു. അവരുടെ മറ്റു പല അവകാശങ്ങളും നന്മകളും ഒക്കെ വിട്ടിട്ട് ഇവരോട് ചേർന്ന് വന്നു. പറയേണ്ട ഒരുപാട് കാര്യം അവിടെ ഉണ്ട്, നമുക്ക് വിടാം. ഏതാണ്ട് മനസ്സിലായി. അപ്പം എന്തുകൊണ്ട് വേർപെടണം? ആദിമകാലത്തെ സഭ എന്ത് ചെയ്തവരാണ്? വേർപെട്ടവരാണ്. ആ സഭയെ അതുപോലെ അനുകരിച്ച് പോരുന്നവരാണ് കൊല്ലിയോട് സഭയെങ്കിൽ, കൊല്ലിയോട് സഭയിലെ അംഗങ്ങളോട് സ്നേഹത്തോട് ഒരു ദേവദാസൻ എന്ന നിലയിൽ പറയുന്നു, വചനത്തോട് കൂറ് കൽപ്പിക്കുന്ന ആളുകളെങ്കിൽ അതുപോലെ നമ്മളും എന്ത് ചെയ്തോണം? വേർപെടണം. ആട്ടെ, ഞാൻ ആ ഭാഗവും അങ്ങനെ പറഞ്ഞങ്ങ് തൽക്കാലം വിടുവാൻ നിർബന്ധിക്കപ്പെടുന്നു. അത് കഴിഞ്ഞ് എന്താണ് വേർപാട്? എന്താണ് വേർപാട്? യെശയ്യാവിൻ്റെ പ്രവചനം 52:11 വാക്യം. യെശയ്യാവ് 52 അധ്യായം 11 വാക്യം വായിച്ചേ. വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ,
അശുദ്ധമായതൊന്നും തുടരുത്. അവരുടെ ഇടയിൽ ഇതിന് ഒരുപാട് വാക്യം, സക്കറിയ 2:7, വെളിപ്പാട് പുസ്തകം 18:4, ഉത്തമഗീതം 4:8 കിടക്കുക ഒരുപാട് വാക്യങ്ങൾ അതിൻ്റെ അനുബന്ധമായി പറയാൻ. അവിടെ എല്ലാം ഈ അംശം, ഈ പറയുന്ന വാക്യത്തിൽ അംശം അവിടെയൊക്കെ കിടപ്പുണ്ട്. എന്താണ് വേറുപാട്? കൊണ്ടുവരുന്നതല്ല വേറുപാട്, പിന്നെ വിട്ടുവരുന്നതാണ് വേറുപാട്. മനസ്സിലായോ? അവരവർ പണ്ട് നിന്ന മതത്തിൽ നിന്നും കുറച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നതല്ല, പണ്ട് നിന്ന സമുദായത്തിൽ നിന്നും കുറച്ച് കൊണ്ടുവരുന്നതല്ല. അവിടെ ഉള്ളതെല്ലാം അതുപോലെ വിട്ടിട്ട് വരിക, ഉപേക്ഷിച്ചിട്ട് വരിക. പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി കർത്തൃപാദത്തിലേക്ക് വരുമ്പോൾ അതുവരെയുള്ള സകലതും എന്ത് ചെയ്തിട്ട് വരണം? ഉപേക്ഷിച്ചിട്ട് വരണം, വിട്ടിട്ട് വരണം, കൊണ്ടുവരരുത്. അപ്പോൾ കൊണ്ടുവരുന്നതല്ല വേറുപാട്, വിട്ടുവരുന്നതാണ് വേറുപാട്. പുറപ്പാട് പുസ്തകം 12:37 വാക്യം നോക്ക്. പുറപ്പാട് 12:37 വാക്യം. പുറപ്പാട് 12:37 വാക്യം നോക്ക്. ആ ഓ ആ സമ്മിശ്ര പുരുഷാരും അവരുടെ കൂടെ വന്നു. അതായത് മിസ്രയീം വിട്ടുപോകുന്നു. പക്ഷേ ഈ മിസ്രയീം വിട്ടത് അതിൽ ഒരു കൂട്ടം ആളുകൾ പൂർണ്ണമായും വിട്ടുവന്നു. പക്ഷെ ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തില്ല? പൂർണ്ണമായും വിട്ടല്ല വന്ന്. അറിയാമല്ലോ, അവർ പിന്നീട് കുഴപ്പക്കാരായി തീർന്നു. ആ പൂർണ്ണമായും വിട്ട് വരാത്തത് ആരാണെന്ന് അവിടെ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇപ്പോൾ പറയാനായിട്ട് നിവൃത്തിയില്ല. ഞാൻ ഇവിടുന്ന് സമ്മിശ്ര പുരുഷാരമാണ്. ഈ പൂർണ്ണമായി വിട്ടു വന്നവരെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗം നോക്ക്. എബ്രായ ലേഖനം 11:15-16 വാക്യം. എബ്രായർ 11:15-16 വാക്യം നോക്ക്. സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു, ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടു അല്ല, അതിൻ്റെ 15 അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ. അതിൻ്റെ അർത്ഥം എന്തുവാ? വിട്ടുപോകുന്നത് ഫുള്ളായിട്ട് അവർ വിട്ടുപോകുന്നതിനെ പിന്നെ ഓർത്തില്ല. ചിലരിടയ്ക്ക് ഓർത്തു. മിസ്രയീം വിട്ടുപോകുന്നെങ്കിലും മിസ്രയീം അവരെ വിട്ടുപോയില്ല എന്ന് പിന്നീട് നമുക്ക് കാണാം. ഇന്ന് നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. വിട്ടു വന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പണ്ട് അനുസരിച്ചു പോകുന്നതും ചെയ്തു പോകുന്നതും താലോലിച്ചു പോകുന്നതും ഒക്കെ പിന്നീട് ജീവിതത്തിൽ ഇങ്ങനെ പൊന്തി വരുന്നതായിട്ട് കാണുന്നുണ്ട്. വരാതിരിക്കട്ടെ, അങ്ങനെ വരുന്നതല്ല വേറുപാട്. അന്ന് പഴയതിനെ പൂർണ്ണമായിട്ടും വിടുന്നതാണ്, ഉപേക്ഷിക്കുന്നതാണ് വേറുപാട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളെ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവർ ഹൃദയം കൊണ്ട് പിന്നെയും എങ്ങോട്ട് പോയി? വിട്ടുവന്ന സ്ഥലത്തേക്ക്, മിസ്രയീമിലേക്ക് പിന്നെയും പോയി. അത് അവരെ സംബന്ധിച്ച് വലിയ അപകടകരമായ ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് വിടേണ്ടത്? ഈ വിടേണ്ടതിൻ്റെ ഒരു വലിയ ലിസ്റ്റ് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിലത് പെട്ടെന്ന് അത്യാവശ്യമുള്ളതിന് ഞാൻ വിവരിക്കാം, അല്ലാത്തത് പറഞ്ഞു പോകാം. എബ്രായ ലേഖനം 12:1 വാക്യം നോക്കിക്കേ. എന്തൊക്കെയാണ് നമ്മൾ വിടേണ്ടത്? എബ്രായ ലേഖനം 12:1 വാക്യം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. മതി. എന്തോ വിടേണ്ടത്? അല്ലെങ്കിൽ അവർ വിട്ടുവന്നു, അല്ലെങ്കിൽ വരേണ്ടവരെല്ലാം വിട്ടുവരണം. വേറുപെടുന്നവർ വിട്ടുവരേണ്ടതാ. പക്ഷെ എന്നതാണ് വിടേണ്ടത്? മുറുകെ പറ്റുന്ന അങ്ങനെ ഒരു പാപമുണ്ടോ? എന്ത് പാപമായി ഇവിടെ പറയുന്ന പേര് കേട്ടോ? ഞാൻ മുന്നേ 2-ലുമൊക്കെ ഇരിക്കുന്നവർക്ക് ഇവർ ശ്രദ്ധിച്ചോ? എന്ത് പാപം എന്നാ പറയുന്നത്? മുറുകെ പറ്റുന്ന പാപം. അതെന്തോന്ന് പാപമാണ് ഈ മുറുകെ പറ്റുന്ന പാപം? മനസ്സിലായോ? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും പറ്റി നിൽക്കുന്ന, ആ ആള് ഉപേക്ഷിച്ചാലും ആളിനെ ഉപേക്ഷിക്കാതെ ആളിനോട് അങ്ങ് ലയിച്ച് ചേർന്നിരിക്കുന്ന ആൾ എത്ര കണ്ട് ശ്രമിച്ചിട്ടും ഇത് വിടുവാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് കഴിയുന്നില്ല, എന്നെ പിടിച്ചിരിക്കുന്നു എന്ന് പറയാവുന്ന ആ പാപം എന്താണ്? ഇങ്ങനെയുള്ള പാപം ഏതെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഇത് ഞാനും പറയുന്നില്ല, അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ ഉൾപ്പെടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ചില മുറുകെ പറ്റുന്ന പാപമുണ്ട്. അത് ഏതാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പാപം ഏതാണെന്നുള്ളത്.
ആ മുറുകെ പറ്റുന്ന പാപം ഇങ്ങനെ നമ്മൾ കൊണ്ട് നടക്കുമെന്ന് വരികിൽ ശരിക്കും ഒരു വേർപാട് ജീവിതം പാലിക്കാൻ നമുക്ക് കഴിയത്തില്ല. മുറുകെ പറ്റുന്ന പാപത്തിൻ്റെ തേർവാഴ്ചയിൽ മനസ്സ് നൊന്ത് നീറുന്ന എത്ര വിശ്വാസികളുണ്ടെന്നറിയാമോ? എത്രയോ പേർ കരയുക, അവർക്ക് സ്വസ്ഥതയില്ല, സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്വസ്ഥമായിട്ടൊന്ന് പുസ്തകം വായിക്കാൻ പറ്റുന്നില്ല, സ്വസ്ഥമായിട്ടൊന്ന് ആരാധിക്കുവാൻ പറ്റുന്നില്ല, സ്വസ്ഥമായിട്ടൊന്ന് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കഴിയുന്നില്ല, സ്വസ്ഥമായിട്ട് കുടുംബജീവിതം ചെയ്യുവാൻ കഴിയുന്നില്ല, സ്വസ്ഥമായിട്ട് കർത്താവിനെ സേവിപ്പാൻ കഴിയുന്നില്ല. അവർക്കറിയാം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പോരായ്മകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആരും അറിയാത്ത രഹസ്യ പാപങ്ങൾ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ലേ? അങ്ങനെ എന്തെങ്കിലും പാപമുണ്ടോ? പപ്പയ്ക്ക് അറിയത്തില്ല, അമ്മയ്ക്ക് അറിയത്തില്ല, ഭാര്യയ്ക്ക് അറിയത്തില്ല, ഭർത്താവിന് അറിയത്തില്ല, സഭയിലെ ശുശ്രൂഷകന്മാർക്ക് അറിയത്തില്ല, കൂട്ടുവിശ്വാസികൾക്ക് അറിയത്തില്ല. ചിലരുടെ രഹസ്യ പാപങ്ങൾ 30-ലധികം വർഷം ഒരു മനുഷ്യർക്കും അറിയാൻ കഴിയാതെ രഹസ്യമായി കൊണ്ടു നടന്ന ഒരു പാപത്തെക്കുറിച്ച് പിന്നീട് അദ്ദേഹം പരസ്യമായി സഭയുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ഒരു സാക്ഷ്യ ചരിത്രം നമുക്കുണ്ട്. പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഒരിക്കലും അത് പറയാൻ പാടില്ലല്ലോ. കണ്ണുനീരോടുകൂടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടുവിശ്വാസികളൊക്കെ വഞ്ചിച്ചു, ഒരുപാട് പേരുടെ മുമ്പാകെ ഞാൻ നല്ല മാന്യനായിട്ട് ചമഞ്ഞ് ജീവിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഏതാണെന്നൊക്കെ ഓരോന്നോരോന്നായിട്ട് പാപങ്ങൾ ലിസ്റ്റൊന്നും ഞാനിവിടെ പറയാൻ വരുന്നില്ല. ഇത് പറയുമ്പോൾ എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ഉള്ളത്തിൽ നിനക്ക് ഇങ്ങനെ ഒരു സംഭവം ഇല്ലേ, ഇങ്ങനെ ഒരു പാപം നിൻ്റെ രഹസ്യ ജീവിതത്തിലില്ലേ, അത് നിന്നെ മുറുകെ പിടിച്ചിരിക്കുന്നുവില്ലേ? ജനുവരി 1 തീരുമാനമെടുത്തതാ ഇനി അത് വേണ്ട എന്ന്, പക്ഷേ വീണ്ടും തെറ്റിപ്പോയി. മാസാരംഭത്തിൽ തീരുമാനമെടുക്കുന്നതാ, ആരാധനയ്ക്ക് മുമ്പ് തീരുമാനമെടുക്കുന്നതാ, പ്രത്യേക ചില സന്ദർഭങ്ങളിൽ തീരുമാനമെടുത്തു, രോഗം വന്നപ്പോൾ തീരുമാനമെടുത്തു, കഷ്ടങ്ങളിൽ പെട്ടുപോയപ്പോൾ തീരുമാനമെടുത്തു. അതെല്ലാം മാറുമ്പോൾ പിന്നെയും ആള് പഴയ പടിക്ക് ആ പാപത്തിന് അടിമയായി തീരുന്നു എന്ന് വരികിൽ ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, വേണ്ട എനിക്ക് അങ്ങനെ ഒരു ബന്ധം ഇനി എനിക്ക് വേണ്ട, അങ്ങനെ ഒരു പാപം എനിക്ക് വേണ്ട, ഗുഡ് ബൈ ഞാൻ പറയുന്നു. കർത്താവേ എന്നെ സഹായിക്കണം, മുറുകെ പറ്റുന്ന പാപത്തെ ഞാൻ മുറുകെ പറ്റുന്ന പാപത്തെ വിടാൻ വിടാൻ മനസ്സുണ്ടോ? നമുക്ക് മനസ്സുണ്ടെങ്കിൽ തമ്പുരാൻ കർത്താവ് അതിന് നമുക്ക് എന്ത് ചെയ്യും? മനസ്സ് നമുക്ക് വേണം. അതിൽ കുളക്കരയിൽ കിടന്ന മനുഷ്യനോട് ചോദിച്ചത്, നടക്കാൻ നിനക്ക് കിടക്കെടുത്ത് നടക്കാൻ, അവൻ ഒരുപാട് തടസ്സം പറഞ്ഞു. കർത്താവ് അവനോട് അതൊന്നും ചോദിക്കാൻ പോയില്ല. എടോ, നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് രാത്രിയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്താണ് വിടേണ്ടത്? മുറുകെ പറ്റുന്ന പാപം അത് ഏതാണെന്നുള്ളത് അവരവർക്ക് ബോധ്യമായി കഴിഞ്ഞു. ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായി നമ്മൾ വിടേണ്ടത് എന്നതാണ്? 37-ാം സങ്കീർത്തനം 27-ാമത്തെ വാക്യം നോക്ക്. 37-ന്റെ 27-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 37-ന്റെ 27-ാമത്തെ വാക്യം നോക്ക്. ദോഷം വിട്ടൊഴിഞ്ഞ്. എന്താണ് വിടേണ്ടത്? ദോഷം വിട്ടൊഴിയുക. ഏത് ദോഷം? മറ്റൊരാൾക്ക് നമ്മിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദോഷം. അത് വാക്കിലൂടെ. നമുക്കറിയാം, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ആ ആൾക്ക് തീർച്ചയായിട്ടും ദോഷമാണ്. ആ ആളിനെ ദോഷപ്പെടുത്തുന്ന വാർത്ത, ദോഷപ്പെടുത്തുന്ന വാക്ക്, ദോഷപ്പെടുത്തുന്ന ഇടപെടൽ, ദോഷപ്പെടുത്തുന്ന ഒരു കമൻറ്റ്, ദോഷപ്പെടുത്തുന്ന അല്ലേ, എന്തോ ഒരു ദോഷമാണ്. ചില ആളുകൾക്ക് അത് അറിഞ്ഞുകൂടാ. മറ്റുള്ളവരെ വേദനിപ്പിക്കുവാനും വിഷമിക്കുവാനും അവരുടെ കണ്ണുനീര് കാണാനും അവരെ എന്താ പറയുക, നിഷ്കരണം ചെയ്യുവാനും ഒരു മടിയുമില്ലാതെ അതൊക്കെ വളരെ ലാഘവത്തോടുകൂടെ ചെയ്തു പോരുന്നവരുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവമക്കളോട് പറയട്ടെ, ദോഷം വിട്ടകലണം. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. വിവരിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. ഇതൊക്കെ വളരെ നമ്മുടെ ഇടയിലൊക്കെ വലിയ ഭക്തന്മാരെന്നും ആത്മീകരെന്നും ചുറുചുറുപ്പുള്ള പ്രവർത്തനം ചെയ്യുന്നവരെന്നൊക്കെ പറയുന്നവർ ഇത്തരം പാപങ്ങളിൽ വളരെ വീണ് കിടക്കുക. അവർക്ക് അറിഞ്ഞുകൂടെ ഇത് പാപമാണെന്ന്. അല്ലയോ പ്രിയപ്പെട്ടവരെ, നമ്മിലൂടെ മറ്റൊരു വ്യക്തിക്ക് ഒരു ദോഷം വരുന്ന പ്രവൃത്തി ഞാൻ ചെയ്തുകൂടാ. പ്രതികാരമൊക്കെ ദൈവത്തിൻ്റെ ഭാഗത്തുള്ളതാണ്. എന്നോട് ഇങ്ങനെ കാണിച്ചെങ്കിൽ ഞാൻ അങ്ങനെ തിരിച്ച് കാണിച്ചു തരാം എന്നൊക്കെ വിചാരിച്ചിട്ട് വക്രബുദ്ധിയോടെ, വൈരാഗ്യ ബുദ്ധിയോടെ വിശ്വാസികളുടെ ഇടയിൽ ഓരോരുത്തർ ചെയ്യുന്നതായ ദോഷങ്ങൾ എത്ര വലുതാണ്. ഒരു വലിയ ദോഷമാണ് നുണയിലൂടെ ദോഷം ചെയ്യുന്നവർ. എന്തിന് ഞാൻ പറയാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് വെമ്പൽ കൊണ്ടുവരുന്ന വിഷയം സമുദ്രം പോലെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഞാൻ വിടുക. ആട്ടെ, മനസ്സിലായി, നമുക്ക് മനസ്സിലായി.
എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ദോഷം വിടുക. മൂന്നാമത് നോക്കിക്കോ, 1 തെസ്സലോനിക്കർ 1:9 വാക്യം. 1 തെസ്സലോനിക്കർ 1:9. വിഷയങ്ങൾ അറിയാവുന്നവർ ആ പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് ഓർപ്പിച്ചാൽ നല്ലതാ. വാക്യത്തിൽ അത് തന്നെയാ. വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു? എന്തോ വിടേണ്ടത്? അവർ വിട്ടുവന്നവരാ വിഗ്രഹങ്ങൾ. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ അതിൽ ചില കാര്യങ്ങൾ ഇവിടെ വചന ശുശ്രൂഷയിൽ പറഞ്ഞതാ. നമുക്കൊരിക്കലും വിഗ്രഹങ്ങളുമായി ഒരു ബന്ധം പാടില്ല. കർത്താവിൻ്റെ മേശയിലും പിന്നെ ഭൂതങ്ങളുടെ മേശയിലും നമ്മൾ പങ്കാളികളാകരുത്. അറിഞ്ഞോ അറിയാതെയോ അത്തരത്തിലുള്ള ഒരു പങ്കാളിത്തം നമുക്ക് പാടില്ല. മനസ്സിലായോ? അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ. ഏതെങ്കിലും ഒരാൾ, അടയൽക്കാരനോ അല്ലെങ്കിൽ കൂട്ടത്തിൽപ്പെട്ട ആളോ ഓഫീസിൽപ്പെട്ട ആളോ ഉള്ള ആൾ വന്ന് നമുക്ക് അതുപോലുള്ള എന്തെങ്കിലും ഒരു സംഭവം കൊണ്ട് വരുവാണെങ്കിൽ വേണ്ട, എനിക്കിത് വേണ്ട, ഞാനിത് തിന്നാൻ പാടില്ല, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്. ആ ആളിൻ്റെ പെടലിക്ക് കയറി കുതിര കയറാനൊന്നും പോകരുത്. നീ എന്തിന് എന്നെ ഇങ്ങനെ കൊണ്ടത് കാണിച്ചത്? എന്നെ വഞ്ചിക്കാൻ വന്നതാണോ, ചതിക്കാൻ വന്നതാണോ? അങ്ങനെയൊന്നും പറയരുത്. അവരോട് പറയണം, കൊണ്ടുവന്നതിൽ വളരെ ഉപകാരം, താങ്ക്സ്, എനിക്കിത് തിന്നുകൂടാ, ഞാനിത് തിന്നാൻ പാടില്ല, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ് എന്ന് തിരിച്ച് ഒരു വാക്ക്, നല്ല വാക്ക് അവരോട് അങ്ങ് പറഞ്ഞ് അങ്ങ് വിടുകയാണ് വേണ്ടത്. വിഗ്രഹങ്ങളോട് ചേർന്ന് അത് മാത്രമല്ല, ഈ വിഗ്രഹ ഭോജ്യം മാത്രമല്ല, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഓണത്തിനൊക്കെ നമ്മുടെ ആളുകൾ വിഗ്രഹങ്ങളോട് ചേർന്ന് പോകുന്നവരാ. ഓണക്കളി, ഓണവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളെല്ലാം ഈ വിഷയവുമായി ഇണഞ്ഞു പിണഞ്ഞു കിടക്കുന്നതാണ്. അവയോട് നമുക്കൊരു ബന്ധവുമില്ല എന്നുള്ളത് ഓർക്കുക. ഓണത്തപ്പനെ സ്വീകരിക്കാനോ പുലിക്കളി കണിക്കാനോ വടം വലിക്കാനോ അതുപോലൊക്കെ ഉണ്ടല്ലോ ഒത്തിരി കാര്യങ്ങൾ. അതിൻ്റെയൊക്കെ പുറകെ പോകുന്നവർ ഓർത്തുകൊള്ളണം, നമ്മൾ വീണ്ടും എങ്ങോട്ട് പോകുന്നു? വിട്ടുവന്ന വിഗ്രഹങ്ങളിലേക്ക് തിരിച്ചു പോരുന്നു. അതൊന്നും ഇല്ല നമുക്ക് കേട്ടോ. വിടാം, നമുക്ക് അതും വിടാം, വിഗ്രഹങ്ങളെയും വിടാം, നമുക്കും വിടാം. അടുത്ത് 1 തെസ്സലോനിക്കർ 4:3 നോക്ക്. 1 തെസ്സലോനിക്കർ 4:3 വാക്യം. മുറുകെ പറ്റുന്ന പാപം വിടണേ, ദോഷം വിടണേ, വിഗ്രഹങ്ങളെ വിടണേ. 1 തെസ്സലോനിക്കർ 4:3 വായിച്ചോ. നിങ്ങളുടെ ഇഷ്ടമോ അല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അടുത്ത് ദുർനടപ്പ് വിട്ടൊഴിഞ്ഞു. മതി, ദുർനടപ്പ് വിട്ടൊഴിഞ്ഞു. ഭയങ്കരമായൊരു പാപമാണ് ഈ ദുർനടപ്പ് എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ അതികഠിനവും ദൈവശിക്ഷ ലഭിക്കാവുന്ന പാപവുമാണെങ്കിലും ലോകത്തിൻ്റെ മുമ്പാകെ ഇതല്ല പാപമല്ല. ലോകം ഇതൊന്നും ഒരു വലിയ വിഷയമായിട്ട് എടുക്കുന്നില്ല. ഈ ദുർനടപ്പെന്നൊരു പാപം 1 കൊരിന്ത്യർ 5-ാം പൗലോസ് പറയുന്നുണ്ട്. ഒരു സഭയ്ക്കകത്ത് കുടികൊണ്ടിരുന്ന ഒരു പാപം. നമ്മുടെ ഇടയിലും ഇത്തരത്തിലുള്ള പാപം വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ നമ്മുടെ ചെവിയിലെത്തുന്നുണ്ട്. വേദനിക്കാം, നമുക്ക് അവയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത്തരത്തിലുള്ള വഞ്ചനയിൽ പെട്ടുകിടക്കുന്നവർ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. അത് നമ്മുടെ പൊതുവിലുള്ള വലിയ സാക്ഷ്യത്തെ ബാധിക്കുന്ന വിഷയമാണ്. സൂക്ഷിക്കുവാൻ പൗലോസ് അവിടെ പറയുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട്, ഇത് ജാതികളുടെ ഇടയിൽ പോലും ഇല്ല. ശരിയാ, നമ്മുടെ ഇടയിലൊക്കെ ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ഇതൊക്കെ അയ്യോ, ദൈവമക്കളുടെ ഇടയിലോ വിശ്വാസികളുടെ ഇടയിലോ ദുർനടപ്പുമായിട്ട് യാതൊരു ബന്ധവും. ദുർനടപ്പെന്നൊരു പാപത്തെക്കുറിച്ച് പിന്നീട് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം അവരെ എന്ത് ചെയ്യുമെന്നാണ്? ശിക്ഷിക്കുമെന്നാണ്. കൊച്ചുമക്കൾക്കൊക്കെ ഇത് മനസ്സിലായി കാണുമെന്ന് പറയാൻ ഞാൻ പച്ചയ്ക്കൊരു കാര്യം പറയാം. എന്താണ് ഈ ദുർനടപ്പെന്ന് പറയുന്നത്? 2 പ്രയോഗങ്ങൾ ഓർത്തോ. വ്യഭിചാരം, ദുർനടപ്പ്, വ്യഭിചാരം. ഈ 2 പദങ്ങളും ലൈംഗികപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട ബൈബിൾ പരാമർശങ്ങളാണ്. ഇത് രണ്ടും ഒന്ന് അതിൻ്റെ അർത്ഥം പറഞ്ഞു വരാം. ആർക്കെങ്കിലും ഒരുപക്ഷെ മനസ്സിലാകാതെ ഇന്ന് സംശയിച്ചിരിക്കുന്നുവെങ്കിൽ അവർക്കൊരു വ്യക്തത വരുന്ന ദിവസങ്ങളിൽ ആ പാപത്തിൽ നിന്ന് വിട്ടു ജീവിക്കാൻ ഇടയാകട്ടെ. ഈ ദുർനടപ്പെന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പ് ലൈംഗികപരമായ പോരായ്മകൾ സംഭവിക്കുന്നതിനെയാണ് ബൈബിളിൽ എന്ത് പറയുന്നത്? ദുർനടപ്പ്, വിവാഹത്തിന് മുമ്പുള്ള പാപം. 2, വ്യഭിചാരം എന്ന് പറയുന്നത് വിവാഹത്തിന് ശേഷം ആ വിഷയത്തിൽ ഭർത്താവ് ഭാര്യയോടോ ഭാര്യ ഭർത്താവോടോ കാണിക്കുന്ന അവിശ്വസ്തതയാണ് എന്തെന്ന് പറയുന്നത്? വ്യഭിചാരം. ഈ 2 പാപങ്ങളെയും ഒരേ സ്ഥലത്ത് ഒരുപോലെ പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നത്, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ശ്രദ്ധിച്ചോ, ഇവിടുത്തെ കോടതിയല്ല വിധിക്കുന്നത്, പോലീസല്ല വിധിക്കുന്നത്, സഭയല്ല വിധിക്കുന്നത്,
അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി ഒരുത്തൻ ഇത് കാണുന്നുണ്ട്. അവൻ എന്ത് ചെയ്യും? വിധിക്കും. ആ വിധി കഠിനമായ വിധിയായിരിക്കും. ശ്രദ്ധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദുർനടപ്പ് വിടുക എന്നുള്ളതാണ്. അടുത്ത് വേഗം വരെ 2 പത്രോസ് 2:20 വാക്യം നോക്ക്. 2 പത്രോസ് 2 അധ്യായം 20 വാക്യം. 2 പത്രോസ് 2:20. പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ. ദൈവമക്കൾ വിട്ടോടേണ്ടവരാ. ആ ലോകത്തിൻ്റെ മാലിന്യം വിട്ടുവരേണ്ടവരാ. ആ വാക്യം ഒന്നും കൂടെ വായിക്കാമോ? ആ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ. ദൈവിക പരിജ്ഞാനം ഒരാളിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഉണ്ടാകുമോ, വളരുമോ, അത്രത്തോളം ലോകത്തിൻ്റെ മാലിന്യത്തിൽ നിന്ന് വിട്ടുപോകും. എന്താ ഈ ലോകത്തിൻ്റെ മാലിന്യം? ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? എനിക്ക് ചോദിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്. സമയം അനുവദിക്കാത്തതുകൊണ്ട് അങ്ങനെ വിശദീകരിക്കാൻ പറ്റുന്നില്ല. മാലിന്യം എന്നതാ മക്കളെ? മാലിന്യം അഴുക്ക്, പിന്നെ വേസ്റ്റ്, പിന്നെ ഈ മാലിന്യങ്ങൾ എന്താ ഇവിടെ സംസ്കരിക്കുക, അല്ല ഇവിടെ നിക്ഷേപിക്കുക, അങ്ങനെയൊക്കെ വെച്ചിട്ടില്ലേ ഈ സിറ്റിയിലും ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പം പിന്നെ ഇവിടെ നാട്ടുമ്പുറത്തൊക്കെ ഒരുപാടുണ്ടല്ലോ. വേസ്റ്റ് കുപ്പികൾ വലിച്ചെറിയരുത്, അതൊക്കെ വെക്കാനായിട്ട് പ്രത്യേക സ്ഥലങ്ങൾ. ഇപ്പം അറിയാമല്ലോ, പ്ലാസ്റ്റിക് കവറുകൾ അതൊന്നും കണ്ടമേനിക്കൊന്നും വലിച്ചെറിയരുത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ഒരു പ്രത്യേക പദ്ധതിയിലൂടെ നമ്മുടെ വീട്ടിൽ വന്ന് അതിനെ ശേഖരിക്കുന്നു. അതൊക്കെ വേസ്റ്റുകളാണ്, ചവറ്. മനസ്സിലായോ? ഈ വേസ്റ്റിനെയാണ് ചവറ്, ഉപയോഗശൂന്യമായതും പൊട്ടിയതും പൊളിഞ്ഞതും പിന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയാത്തതുമായ പാഴ്വസ്തുക്കളാണ് മാലിന്യം. ആ മാലിന്യം എന്ന് മനസ്സിലായിപ്പോൾ. ഇതുപോലെ ലോകത്തിൻ്റെ മാലിന്യം, ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നമ്മൾ വീടിൻ്റെ മാലിന്യമുണ്ട്, വീട്ടിന് മാലിന്യമുണ്ട്, പറമ്പിൽ മാലിന്യമുണ്ട്, അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ മാലിന്യങ്ങളുണ്ട്. ഇവിടെ പത്രോസ് പറയുന്നത് ലോകത്തിൻ്റെ മാലിന്യം. അപ്പോൾ അതെന്തുവാ? നമുക്ക് വേണ്ടാത്തതും, അതായത് സാംക്രമികമായ ആത്മീയ രോഗങ്ങൾ നമുക്ക് വരുത്തുവാൻ പര്യാപ്തമായ മാലിന്യങ്ങളുണ്ട്. പിടികിട്ടിയോ നിങ്ങൾക്ക്? ഇരിപ്പ് കണ്ടപ്പോൾ ഇതും കിട്ടി, ഇതിൻ്റെ അപ്പുറത്തും കിട്ടി ഞങ്ങൾ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. പിടികിട്ടി. ലോകത്തിൻ്റെ മാലിന്യം ഒന്ന് പറ ചോളി സാറേ, ഒരെണ്ണം പറയാമോ? ലോകത്തിൻ്റെ മാലിന്യം. അല്ല, ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണ്ടല്ലോ. പുറകെ സിനിമ. ശരിയാ, ഞാൻ പറയാൻ വന്ന സിനിമ. ഈ സിനിമ മാലിന്യം എന്നൊക്കെ ഇന്ന് പറഞ്ഞാൽ, അല്ലേ, ഇതൊക്കെ പഴമയിലുള്ള ആളുകൾ പറയും അത് സിനിമ മാലിന്യമാണ്. പിന്നെ അത് ആണ് സിനിമ മാലിന്യം. പിന്നെ വേറെ മാലിന്യമൊന്നുമില്ലേ? മദ്യ മാലിന്യം, മയക്കുമരുന്ന് മാലിന്യം, പിന്നെ ഇതൊക്കെ മാലിന്യമാണ്. ഇതൊക്കെ ലോകത്തിൻ്റെ മാലിന്യം. ഒരു ദൈവ പൈതൽ അതൊക്കെ വിട്ടു ഓടുക എന്നാണ്. ആ പരിസരത്ത്, ആ മാലിന്യത്തിൻ്റെ അടുക്ക് നിൽക്കരുത്. ഈ മാലിന്യ കൂമ്പാരങ്ങളിൽ നമ്മൾ പെട്ടുപോയാൽ എന്താ? സാംക്രമികമായ രോഗങ്ങൾ നമ്മളെ ബാധിക്കും. അത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും, നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. അതുകൊണ്ട് അതൊക്കെ അതിൽ നിന്ന് എത്രത്തോളം ശുചിത്വം പാലിക്കാമോ, അതിൽ നിന്ന് എത്രത്തോളം നമ്മൾ അകന്നു നിൽക്കാമോ, അത് നമുക്ക് നന്മയാണ്. ഇതുപോലെ ലോകത്തിൻ്റെ മാലിന്യം. ഇന്ന് ലോകത്തിൻ്റെ മാലിന്യം എന്ന് പറയാൻ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മൊബൈൽ ഫോൺ വരേണ്ടിടത്ത് വന്നു. അത് മാലിന്യമാണോ? മൊബൈൽ മാലിന്യമാണോ? ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇല്ലേ? ഓഫ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഓഫ് ചെയ്തോണം കേട്ടോ. മൊബൈൽ മാലിന്യമല്ല. പക്ഷെ മൊബൈലിനകത്തെന്തുണ്ട്? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പോൾ ആ മാലിന്യം എന്ത് ചെയ്യണം? വിട്ടുപോരണം. എങ്ങനെയാണ് വിട്ടുപോരുക? അതൊക്കെ നിങ്ങൾക്കറിയാം. എന്നെ പഠിപ്പിക്കാൻ കഴിയുള്ളവരാ നിങ്ങൾ. ഉള്ളത് പറയാം. ആ മാലിന്യത്തിൽ പെട്ടുകിടക്കുകയാണ് ഇന്ന് നമ്മുടെ മുഴുവൻ സമൂഹം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ചെറുപ്പക്കാർ മാത്രമല്ല കേട്ടോ, ചെറുപ്പക്കാർ മാത്രമൊന്നുമല്ല, നല്ല പ്രായമുള്ളവരൊക്കെ ഇപ്പോൾ എന്ത് പ്രാക്ടീസാണെന്നറിയാമോ? ഈ എന്താ പറയുന്നത്, എന്താ ഫോണ് അത്? ടച്ച് അല്ലല്ലോ, അതിന് സ്മാർട്ട് ഫോൺ. ആട്ടെ, അത് തന്നെ. എന്ത് നിശ്ചയമായി, എന്ത് പെട്ടെന്നൊക്കെയാണ് ഇങ്ങനെ ഞോണ്ടി വിട്ട് ഓരോന്നൊക്കെ എടുക്കുന്നേ. എന്ത് സ്പീഡിലാണ് എടുക്കുന്നേ. ഇപ്പം അടുത്തിടെ ഒരാൾ 4 തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. എന്നിട്ടും പറയുക സ്പീഡില്ല. എന്തിന് സ്പീഡില്ല? പറഞ്ഞ് മനസ്സിലായോ? സൂക്ഷിക്കണം.
ഫോൺ ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമല്ല, ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ അത് ദോഷമായി തീരരുത്. ഈ മൊബൈൽ ഫോൺ ഒന്നിലൂടെ എത്ര ജീവിതങ്ങളാണ് അകാലത്തിൽ നഷ്ടപ്പെട്ടു പോയത്, എത്ര പേരാ തകർന്നത്, എത്ര പേരുടെ ജീവിതം ഇന്നും നശിച്ചുകൊണ്ടിരിക്കുന്നു മൊബൈൽ ഫോണിലൂടെ. എന്താ കാര്യം? ഉപയോഗിക്കേണ്ട വിധത്തിൽ അതിനെ ഉപയോഗിക്കുന്നില്ല. അത് നമുക്ക് അനാവശ്യമായി ഈ യോഗങ്ങളിൽ ഇരുന്ന് പോലും ചാറ്റിങ് നടത്തുന്നവരുണ്ടെന്നാണ് കേൾക്കുന്നത്. എവിടെ ഇരുന്നിട്ട്? യോഗങ്ങൾ, ശുശ്രൂഷകൾക്ക്, ആത്മീയ ശുശ്രൂഷകളിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാറ്റിങ്ങാണ്. എനിക്ക് അറിഞ്ഞുകൂടെ ഈ ചാറ്റിങ്ങിൻ്റെ മറ്റു കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ചാറ്റിങ് പിന്നെയോ ഒരു കാലത്ത് ഈ വിളിച്ചവരൊക്കെ ഇങ്ങനെയാണ് വിളിച്ചത്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് വിളിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. എങ്ങനെയാ? ഇങ്ങനെ അത് ഇങ്ങനെ ഒരു 8-9 പ്രാവശ്യം വെച്ചിട്ടായിരിക്കും അടുത്ത് കിട്ടുന്നത്. കണ്ടിട്ടുണ്ടോ? ആ ഫോൺ കണ്ടിട്ടുണ്ടോ? അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായി? ഇങ്ങനെ കുത്തി വിളിക്കുക പരിപാടിയായി. അതും ലാൻഡ് ഫോണിൻ്റെ കാലമായിരുന്നു ഒരു കാലത്ത് വലിയൊരു തരംഗം. ഒരു വീട്ടിലൊരു ഫോൺ ചെയ്യാൻ വേണ്ടി ആ പഞ്ചായത്തിലുള്ള എല്ലാവരും ആ വീട്ടിൽ വരും. വേറെ എല്ലാവർക്കും ഇല്ലല്ലോ. ഒരു വീട്ടിലൊരു ഫോൺ എന്ന് പറഞ്ഞാൽ അയാളാണ് അവിടുത്തെ രാജാവ്, അവിടുത്തെ ജമ്മിയത. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്തായി? കുഞ്ഞ് ഈ പറഞ്ഞതുപോലെ കീപാഡ് ഫോണുകളായി. ഇപ്പം എന്തുവായി? അതാർക്കും വേണ്ടല്ലോ, അതൊക്കെ എടുത്ത് കളയുകയല്ലയോ. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഫോണുകളായി. അതിലും വിശേഷം പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ശബ്ദങ്ങൾ കേട്ടുള്ള വിളിയാണ്. ഇപ്പം അങ്ങനെയല്ലല്ലോ. പിന്നെന്താ? കണ്ടുവിളിയായി, വീഡിയോ കോൾ. നമ്മുടെ ഇടയിലും കുറേ വീഡിയോ കോളുകളുടെ രഹസ്യങ്ങൾ രഹസ്യമായി നടക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം, വേണ്ടാത്തവരെയൊക്കെ കണ്ട് വിളിക്കേണ്ട. അത് യോഗത്തിന് വരുമ്പോൾ കണ്ടാൽ പോരെ. അല്ലാതെ എന്തിനാ വീട്ടിനകത്തിരുന്ന് കാണുന്നേ? ഞാൻ ആ പോയിന്റിൽ അങ്ങ് നിർത്തുന്നതാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. അനാവശ്യമായ കാര്യങ്ങൾ. എൻ്റെ മക്കളെ ആരെങ്കിലും മിസ്സുകൾ ഇട്ടെന്നും പറഞ്ഞെടുത്ത് വിളിക്കാൻ പോകരുത്. നമുക്ക് വ്യക്തമായിട്ട് ബോധ്യവും ക്ലിയറുമായിട്ടല്ലാത്ത ഒരു നമ്പറിൽ ഒരു കോൾ വന്നാൽ തിരിച്ച് വിളിക്കാനൊന്നും പോകരുത്. അല്ലെങ്കിൽ അതെടുത്തിട്ട് പപ്പയുടെ അടുക്കൽ അമ്മയുടെ അടുക്കൽ കൊടുക്കുക, ഇതാ വിളിച്ചു. ഒരു ദൈവദാസൻ എന്ന നിലയിൽ എൻ്റെ മക്കളോടും കൊച്ചുമക്കളോടും പറയും പോലെ പറയുക, സൂക്ഷിക്കണം. ലോകത്തിൻ്റെ മാലിന്യം വിട്ടുപോരണം. അതിനകത്തുള്ള മറ്റു കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയാൻ വരുന്നില്ല. നമ്മളെല്ലാവരും വളരെ ശ്രദ്ധിക്കുക. ലോകത്തിൻ്റെ മാലിന്യത്തിൽ മനുഷ്യനെ മുക്കിക്കൊല്ലുന്ന സാത്താൻ്റെ ഒരു തന്ത്രം പതിയിരിക്കുന്ന ഒരു അപകട മേഖലയാണ് ഈ പറഞ്ഞതായ സാധനം. ദൈവഭയത്തോടും ദൈവഭക്തിയോടും അതിൻ്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ. ആകട്ടെ, മുമ്പോട്ട് വരാം. നമുക്ക് റോമാലേഖനം 16-17 വാക്യം നോക്ക്. റോമർ 16-17 വാക്യം. എന്തുവാ നമ്മൾ വിടേണ്ടത്? അപ്പോൾ നമ്മൾ അവിടെ വിശദീകരിച്ചു പോയി, സമയം നീങ്ങുന്നു. റോമർ 16-17 നോക്ക്. 16-17. പഠിച്ച ഉപദേശത്തിന് വിപരീതമായി അവരോട് അവരോട് വഴക്കുണ്ടാക്കാൻ പോകാൻ പറയുന്നില്ല. ദുരുപദേശക്കാരോട് അകന്നുകൊള്ളുക, അതേ നിവൃത്തിയുള്ളൂ. ദുരുപദേശം പഠിപ്പിക്കുന്നവരോട് അകന്നുകൊള്ളുക. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് വിടാനേ ഇവിടെ നിവൃത്തിയുള്ളൂ. അതിലധികം ഇപ്പോൾ വിവരിപ്പാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഞാനത് വിടുക. ദുരുപദേശത്തോട് അകന്നു പോകണമെങ്കിൽ ആർക്കേ അകന്നു പോകാൻ പറ്റുകയുള്ളൂ? കറക്റ്റ്. സദുപദേശം എന്താണെന്ന് അറിയണം. ദുരുപദേശത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ എല്ലാ വിഷയത്തിൻ്റെയും നേരായ ഉപദേശം പഠിപ്പിച്ചാൽ മതി. അതിലൂടെ മറ്റേത് എന്തായിക്കൊള്ളും. ഇത് നിങ്ങൾക്കറിയാമോ, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു കറക്ഷനുള്ള, എവിടെയോ ഒരു താളപ്പുഴയുള്ള ഒരു ഉപദേശം കേട്ടാൽ കേൾക്കുന്ന മാത്രയിൽ വചനസത്യം അറിയാവുന്ന ഒരു വിശ്വാസിക്ക് തോന്നും ഇതിലെന്തോ അല്ലേ, എന്തോ ഒരു കുഴപ്പം തോന്നുന്നല്ലോ. അങ്ങനെ തോന്നണം. ചിലർക്ക് അങ്ങനെ തോന്നത്തില്ല. ചിലർ പറയുന്നത്, ബ്രദർ അതൊക്കെ നമ്മൾ അങ്ങ് വലിയ എന്താ പറയാൻ അങ്ങ് പിടിവാസിയൊന്നും കാണിക്കണ്ട, അവരും വചനമല്ലയോ പറയുന്നത്, ഇവരും വചനമല്ലയോ പറയുന്നത്. നമ്മൾ അതിലൊന്നും വലിയ എന്താ പറയുക വിവേചനം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാതെ ഒരു കോംപ്രമേഷനിലൂടെ ജീവിക്കുക. ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെ ഒരു പ്രമാണം ദൈവസഭയ്ക്കില്ല. തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ
അതിനെ മനസ്സിലാക്കി തിരുത്താൻ പറ്റുന്നത് തിരുത്തുക. തിരുത്തുകില്ല എന്ന് വരുന്നുവെങ്കിൽ അവരോട് നമ്മൾ ബുദ്ധിപൂർവ്വം അല്പം ഒന്ന് അകന്നു നിൽക്കുക. അതാണ് നമ്മുടെ പ്രമാണം. ആട്ടെ, ഞാൻ ആ ഭാഗവും തൽക്കാലം അങ്ങ് വിടാനേ എനിക്ക് പറ്റുന്നുള്ളൂ. അടുത്തതായിട്ട് എന്തോട് നമ്മൾ വേറുപെടണം? യോഹന്നാൻ്റെ സുവിശേഷം 15:19 നമ്മൾ നേരത്തെ വായിച്ചതാണ്. ഒന്നും കൂടെ വായിക്കാം. നേരത്തെ വായിച്ചതാണ്, ഒന്നും കൂടെ വായിക്കാം. യോഹന്നാൻ 15:19. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എവിടെ നിന്ന് വിട്ടു വരണം? ലോകത്തിൽ നിന്ന് വിട്ട് വന്ന് ജീവിക്കണം. ലോകത്തോട് വേർപെടണം. അതുകൊണ്ടാണ് റോമർ 12:1 വളരെ പ്രഗത്ഭമായ ഈ വിഷയം സംബന്ധിച്ച് ഏതൊരാളും ആവർത്തിച്ച് പഠിച്ച് ഉറച്ച് നിശ്ചയം വരേണ്ട ഒരു വാക്യമാണ് റോമർ 12:2 വാക്യം. വായിച്ചാട്ടെ, റോമർ 12:2. ഈ ലോകത്തിന് എന്താ? ആ വാക്ക് കേട്ടോ, എല്ലാവരും വേദപുസ്തകത്തിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് മനസ്സിൽ പതിപ്പിക്കുക. ഇത് കേട്ട് ഈ ക്ലാസ്സോടുകൂടെ അങ്ങ് വിട്ടു പോകരുത്. ഇത് അറിയാവുന്ന വാക്യമാണ്. ഈ ലോകത്തിന് അനുരൂപമാകരുത്. ഏതാ ഈ ലോകം? ആ ലോകം എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, നാനാർത്ഥങ്ങളുണ്ട്. ആ ലോകമെന്ന് പറയുന്നതിനകത്ത് പണമുണ്ട്. ആ ലോകമെന്ന് പറയുന്നതിനകത്ത് ഈ പ്രകൃതിയുണ്ട്. ആ ലോകമെന്ന് പറയുന്നതിനകത്ത് മനുഷ്യരുണ്ട്. അവിടെ പറയുന്ന ലോകമെന്ന് പറയുന്നതിനകത്ത് ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന സമസ്ത കാര്യങ്ങൾ അതിനകത്തുണ്ട്. ആ എല്ലാ കാര്യങ്ങളും ഒരുപോലെ അതിനകത്ത് ക്രോഡീകരിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, അങ്ങനെയുള്ള ഈ ലോകത്തോട് അനുരൂപമാകരുത് എന്ന് പറഞ്ഞാൽ ആ ലോകത്തോട് ഒത്തുപോകരുത്. പഠിക്കുന്ന കുട്ടികൾ ഓർക്കണം, നിങ്ങൾ പഠിക്കുവാൻ പോകുന്ന സ്കൂളിലുണ്ടല്ലോ, ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം അധികം വൈറലായി വന്നാൽ അതിന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, എന്നതാ അത്? ഇപ്പോഴത്തെ ട്രെൻഡ്. നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ മേഖലയിൽ ഒരു ട്രെൻഡ് ഇപ്പോൾ കാണും. ഞാൻ ഇങ്ങനെ പച്ചയ്ക്ക് പറയാം, ആ ട്രെൻഡിന് നിങ്ങൾ എന്താകരുത്? അനുരൂപമാകരുത്. അത് നമുക്ക് അങ്ങനെ ഒരു ട്രെൻഡില്ല. ട്രെൻഡുകളെല്ലാം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അത് ഇപ്പോഴത്തെ ഒരു ഫാഷനാണ്. അങ്ങനെയൊക്കെ പറയുന്ന ലോകത്തിന് അനുരൂപപ്പെട്ടു പോകരുത്. ഞാനെപ്പോഴും പറയുമ്പോൾ ഒരു ദൃഷ്ടാന്തമാണ് ഈ കൈത്തോട്ടിലൊക്കെ വെള്ളം ഒഴുകുമ്പോൾ അതിൽ കൂടെ ഒഴുകി വരുന്ന മീനുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞു മീനുകൾ. ആ ഒഴുകുന്ന വെള്ളത്തിനനുസരിച്ച് ഒരു മീൻ ഒഴുകി അത് താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട, ആ മീൻ എന്ന മീനാണ്? അത് ചത്ത മീനാണ്. പക്ഷെ ജീവനുള്ള മീന് അതിൻ്റെ കുഞ്ഞു ചിറകുകൾ ഇങ്ങനെ വിടർത്തി അതിൻ്റെ ആ വെള്ളം വായിലേക്ക് എടുത്ത് ആ കവിളിലൂടെ തിരിച്ച് പുറത്തുവിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്ത് അതിന് കഴിയില്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ നേരെ എതിർ ദിശയിലേക്ക് കീറി മുറിച്ച് മുമ്പോട്ട് വരുവാനായിട്ട് ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നത് കാണാൻ കഴിയും. ആ മീൻ എന്നാ മീനാണ്? ജീവനുള്ള മീൻ. ഞാൻ പറയാം, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ചാലിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒഴുക്കിനൊത്ത് പോകരുതേ മക്കളെ, ആ ഒഴുക്കിനൊത്ത് പോകരുത് സഹോദര സഹോദരി, പ്രിയമുള്ളവരെ. അതിൻ്റെ എതിർദിശയിലേക്ക്, അതിൻ്റെ നേർ വിപരീതമായിട്ട് നീങ്ങണം. ലോകത്തിൻ്റെ ഒഴുക്കിനൊത്ത് യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ലോകക്കാരനാകാതെ ലോകത്തിൽ ജീവിച്ചു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിലുള്ളവർ, ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് ലോകമെന്ന ഈ മണ്ഡലത്തിൽ വന്ന് ലോകക്കാരനാകാതെ ലോകത്തിൽ ജീവിച്ച് ലോകത്തിൽ ഒരാൾക്ക് മാതൃക കാണിച്ചു പോയവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ലോകത്തിന് അനുരൂപമാകരുത്. ഈ ആശയമൊക്കെ മനസ്സിൽ വെച്ചിട്ട് തീത്തോസിന്റെ 2-ാം ലേഖനം എടുത്ത് തീത്തോസ് 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. തീത്തോസ് 2:13 വായിച്ചേ. തീത്തോസ് 2:13. അത് തന്നെ, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും ആര് വർജിക്കണം? രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, വേർപാട് പാലിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസി ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും. ഈ 2 വാക്കിലും പറയുന്ന ആശയം മനസ്സിലാക്കാമോ? ഇങ്ങ് നോക്ക്, വാക്യം എഴുതിയെങ്കിൽ നോക്ക്. ഭക്തികേട്. എന്താ ഭക്തികേട്? നമ്മുടെ ദൈവഭക്തിക്ക് ചേരാത്തത്, ദൈവഭക്തിക്ക് നല്ല വാക്കല്ലേ പറഞ്ഞേക്കുന്നത്. ഭക്തിക്ക് കേടായതും പിന്നെ പ്രപഞ്ച
പ്രപഞ്ചം സമം ലോകം, ലോകമോഹങ്ങളും ഭക്തിക്ക് കേടായിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യണമെന്നാണ്? വർജിക്കുക. അത് രണ്ടും വർജിക്കുക, അതിനോട് ചേർന്ന് പോകരുത്. എന്തുവാ ഈ പറയുന്നത്? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും. നേരത്തെ പറഞ്ഞതുപോലെ ആ ലോകത്തിൻ്റെ മാലിന്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ചതുപോലെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ ലോകത്തിൻ്റെ മുമ്പാകെ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നത് ഏതിലൂടെയാണ്? പല ചിന്തകൾ നിങ്ങൾക്ക് പറയാൻ കാണും. ഇപ്പം ഞാൻ പറയാം, ഞാനൊരു ദൈവ പൈതൽ, നിങ്ങളിൽ ഒരാൾ ഒരു ദൈവ പൈതൽ എന്ന് വെളിയിൽ നിൽക്കുമ്പോൾ, സമൂഹത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഐഡൻറ്റിറ്റി ചെയ്യുന്നത് ഏതിലൂടെയാണ്? അല്ലേ? ജോൺസി ബ്രദർ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. നമ്മുടെ വേഷവിധാനങ്ങളാണ്. ബാക്കിയെല്ലാം പിന്നെ വരത്തുള്ളൂ. എൻ്റെ സ്വഭാവം, എൻ്റെ സാമ്പത്തിക ഇടപെടലുകൾ, എൻ്റെ മറ്റ് രഹസ്യ ജീവിതങ്ങൾ, എൻ്റെ ആദർശങ്ങൾ, ഇതെല്ലാം എന്നോട് അടുത്തടുത്തടുത്ത് വരുമ്പോഴാണ് കാണുന്നത്. ഈ അടുത്തിടെ നമ്മുടെ ഇടയിലുള്ള ഒരു ദൈവദാസൻ, ഒരു സ്ത്രീ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ ആ പുള്ളി ആവരണം ഇടാത്ത ആരെ കണ്ടാൽ ആദ്യം പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. അപ്പോൾ ഈ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞത് PRDSൽപ്പെട്ട 2 പേരാണ്. അവർക്ക് ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മൊത്തം ശക്തിയും ഇളകും. അത് അങ്ങനത്തെ ഒരാളുകളാണ് അവർ, കേട്ടോ. അപ്പോൾ ഈ പുള്ളി ധരിച്ചു വെച്ചിരിക്കുന്നത് ആവരണം ഇടാത്തവരെല്ലാം ആരാണ്? പെന്തക്കോസ്തുകാരാണെന്നാണ്. ആ സംഭവം അവിടെ ഇരിക്കട്ടെ, ഞാൻ പൊളിക്കുന്നില്ല. ആ ദൈവദാസൻ ഇപ്പം നിത്യതയിലാണ്, പാവം, ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയാൽ നമ്മൾ ലോകത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ലോകക്കാരല്ല എന്നും ദൈവമക്കളാണെന്നും ലോകത്തിന് നമ്മൾ വെളിപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം വേഷവിധാനം തന്നെയാണ്. ഇതിനി ഏത് പണ്ഡിതൻ എങ്ങനെയൊക്കെ തിരിച്ചു പറഞ്ഞാലും അതിനെയൊക്കെ കണ്ണിക്കാൻ വചനത്തിൽ നിന്ന് എനിക്ക് കഴിയും. പക്ഷെ ഇതിന് നമ്മുടെ ആളുകൾ വലിയ എന്ത് കൊടുക്കുന്നില്ല? വില കൊടുക്കുന്നേയില്ല, പ്രാധാന്യം കൊടുക്കുന്നേയില്ല. ചിലർ ചോദിക്കുന്നത് ഈ വേറുപാട് ഉപദേശമായിട്ട് ആര് പറഞ്ഞു? അങ്ങനെ കുറേ തിയോളജിയന്മാരുണ്ട് നമുക്ക്, തിയോളജിയന്മാർ. വേറുപാട് ഉപദേശമല്ല. ഞാൻ പറയട്ടെ, വേറുപാട് ഉപദേശം അല്ലെങ്കിൽ റോമാലേഖനത്തൊക്കെ പറിച്ചും കള. എന്തിനാ കൊണ്ട് നടക്കുന്നേ? എന്തിനാ ലേഖനങ്ങളെ കൊണ്ട് നടക്കുന്നേ? വേറുപാട് ഉപദേശം അല്ലെങ്കിൽ എന്തിനാ ഈ പുതിയ നിയമം കെട്ടിച്ചുമെന്ന് നടക്കുന്നത്? ആര് പറഞ്ഞപ്പ വേറുപാട് ഉപദേശമല്ലെന്ന്? 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ ഇപ്പം നമ്മൾ വായിച്ചു തുടങ്ങിയ ആ ഭാഗം മുതൽ അവസാനം വരെ വായിച്ചേ. അവിടെ അതിശക്തമായ നിലയിൽ ഉപദേശമായിട്ട് ഈ ലേഖനം എന്നതാ ഉപദേശമാണോ? നോക്കിക്ക് സംശയം ഉണ്ടെങ്കിൽ 2 തെസ്സലോനിക്കർ 2:15-14 വായിച്ചേ. 2 തെസ്സലോനിക്കർ 2:14 വേഗം വായിക്കണേ. ബ്രദർ, അത് 14 അല്ലേ? 15 ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താൽ, കണ്ടോ, ശ്രദ്ധിച്ചോണേ, ഞങ്ങൾ വാക്കിനാലോ അപ്പോസ്തലന്മാരുടെ വാമൊഴിയാലോ പിന്നെ വരമൊഴിയാലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങൾ, കണ്ടോ. അപ്പോൾ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങൾ, ലേഖനം എന്നതാണ്? അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. അതുപോലെ തെളിയിക്കാൻ പലതുമുണ്ട് ആ ഉപദേശം. അപ്പോൾ അങ്ങനെ പറയുന്ന ഉപദേശത്തിൽ നമ്മുടെ ഈ വേഷവിധാനങ്ങളെയും അലങ്കാരത്തെയും കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? നോക്കാം, എന്താ പറഞ്ഞിരിക്കുന്നത്. ലേഖനത്തിലേക്ക് വരാം. 1 തീമോഥെയോസ് 2-ാം അധ്യായം, 1 തീമോഥെയോസ് 2-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാമോ? 9-ഉം 10-ഉം വാക്യം. 1 തീമോഥെയോസ് 2-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം. എല്ലാവരും എടുത്തോണേ. ബൈബിൾ തുറക്കാത്തവരൊക്കെ തുറന്ന് അതൊന്ന് നോക്കിക്കോണം. 2-ന്റെ 9-ഉം 10-ഉം വാക്യം വായിച്ചു. ഔവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് സ്ത്രീകൾക്ക് അല്ലേ? ഇവിടെ ഒരുപാട് പഠിക്കാനുണ്ട്. മണിക്കൂറുകൾ ഇതിനകത്ത് നിന്ന് കേൾക്കാനുള്ള വാക്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. അതിൽ ഒന്നാമത് ഞാൻ പറയുന്നത്, ഒരു സ്ത്രീയോ പുരുഷനോ തന്നെ അലങ്കരിക്കാമോ, ശരീരം അലങ്കരിക്കാമോ? ചോദ്യം. നിങ്ങളുടെ ഉത്തരം പറഞ്ഞു വരാൻ എനിക്ക് ഇനി സമയമില്ല.
ആ ചോദ്യത്തിന് ബൈബിൾ പറയുന്ന ഉത്തരം അലങ്കരിക്കാം. അലങ്കരിക്കാം. എങ്ങനെയാണ് പറയുന്നത് നോക്കിക്കോ. ആ രണ്ടിടത്ത് പറയുന്നുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് തങ്ങളെ എന്ത് ചെയ്യണം? അലങ്കരിക്കണം. അത് കഴിഞ്ഞിട്ട് 11-ാമത്തെ വാക്യത്തിൽ സൽപ്രവൃത്തികളെ കൊണ്ട് അത്ര അലങ്കരിക്കേണ്ടത്. അലങ്കരിക്കാം, ഓക്കെ, അലങ്കരിക്കാം. പക്ഷെ എങ്ങനെയാണ് അലങ്കരിക്കേണ്ടതെന്നും ഏത് ആളിൻ്റെ അലങ്കാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഇത് സമൂഹത്തിൻ്റെ അലങ്കാരമല്ല, ലോകമനുഷ്യരുടെ അലങ്കാരമല്ല, നാട്ടുകാരുടെ അലങ്കാരത്തെക്കുറിച്ച് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്നത് 2 പ്രത്യേക ഗണത്തിൽപ്പെടുന്ന സ്ത്രീകളുടെ അലങ്കാരമാണ്. ഏത് സ്ത്രീകളാണ് അവരെന്ന് നോക്കിക്കോ. അതിൻ്റെ 9-ാമത്തെ വാക്യം നോക്കിക്കേ. അവണ്ണം ആ സ്ത്രീകൾ ആരാണെന്ന് പറയുന്നുണ്ട്. അത് ഏത് വാക്യമാണ്? 10-ാമത്തെ വാക്യം. ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾ. ഇനി രണ്ടാമത് ഈ സ്ത്രീകൾക്കൊരു നാമകരണം നൽകിയിട്ടുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. 1 പത്രോസ് 3:5 വായിച്ചേ. വിശുദ്ധ സ്ത്രീകൾ. അപ്പോൾ ഒന്ന് ദൈവഭക്തിയുള്ള സ്ത്രീകൾ, മറ്റത് വിശുദ്ധ സ്ത്രീകൾ. ആരുടെ കാര്യമായി പറയുന്നത്? ഏതെങ്കിലും തലത്തിൽ നടക്കുന്ന ആരുടെയെങ്കിലും കാര്യമല്ല. ദൈവഭക്തിയെ സ്വീകരിക്കുന്ന വിശുദ്ധ സ്ത്രീകളുടെ അലങ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചോ. ഇനി അവരുടെ അലങ്കാരം എങ്ങനെയായിരിക്കണമെന്നാണ് പറയുന്നത്. ആദ്യം എങ്ങനെയല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. എന്നിട്ട് എങ്ങനെയായിരിക്കണമെന്നുള്ളത് പറയാം. 1 തീമോഥെയോസ് 2-ാം അധ്യായം ഇപ്പോൾ വായിച്ച വാക്യത്തിൽ തന്നെ വീണ്ടും ശ്രദ്ധിച്ചോ. എങ്ങനെയല്ല അലങ്കരിക്കേണ്ടത്? എങ്ങനെയല്ല? 10-ാമത്തെ വാക്യം നോക്ക്. പിന്നിയ, പൊന്ന്, മുത്ത് എന്നിവ കൊണ്ട് അല്ല. ഇതിനകത്ത് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തേണ്ട വാക്കുകളൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അതൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ട് ഞാൻ വിടുന്നതല്ല, സമയത്തിൻ്റെ പരിമിതി കൊണ്ടും. ഇപ്പോൾ നമുക്ക് ഓരോ വാക്കുകളെടുത്ത് ഇവിടെ ഇപ്പോൾ അലക്കുവാനായിട്ട് നിവൃത്തിയില്ല. അതിനകത്ത് ഒരു വാക്ക് ഞാൻ പറയാം. എന്നിവ കൊണ്ടല്ല. അല്ല പ്രയോഗം. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, ആഭരണം ധരിച്ച്, പിന്നെയോ ദൈവഭക്തിക്ക് യോഗ്യമല്ലാത്ത വിധത്തിലുള്ള ലോക ഫാഷനായ രീതിയിലുള്ള അലങ്കാരങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒന്നും കൊണ്ടല്ല എന്നുള്ള പ്രയോഗത്തിന് എന്ത് മറുപടിയാണ്? ആഭരണം ധരിക്കാമെന്നും ഇന്ന് കാണുന്ന ഉണ്ടല്ലോ വൈകൃതമായ വേഷഭൂഷാദികളെ അനുകൂലിക്കുന്ന ആളുകൾ എന്ത് മറുപടിയാണ് അതിന് പറയുന്നത്? കൊണ്ടല്ല എന്ന് പറയുന്നത്. അല്ല എന്ന് പറഞ്ഞാൽ ആകാമെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. ഈ ആഭരണത്തിൻ്റെ കാര്യം മാത്രമല്ല അതിനകത്ത് പറയുന്നത്, വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അനുകൂലിച്ചു കൊണ്ടല്ല പറയുന്നത്. അതിനകത്ത് ഏതൊക്കെ വിധത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ദൈവഭക്തിക്ക് ചേരാത്തത് എന്ന കാര്യം സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അല്ല എന്ന പ്രയോഗം, അതിനകത്തൊരു കാര്യം പറയാം. ആ അല്ല എന്ന പ്രയോഗത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ റോമാലേഖനം 13-ാം അധ്യായം, ഇവിടുത്തെ റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം നോക്കാമോ? റോമർ 13-ന്റെ 13-14 വാക്യം. അല്ല, അടുത്ത് ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലും പിണക്കത്തിലും. ഇവിടെ ഈ അല്ല എന്ന് പറയുന്നത് ആകാമെന്നാണോ അതിൻ്റെ അർത്ഥം? ഇവിടെ ഈ അല്ല എന്ന് പറയുന്നതിന് എത്ര അത് അരുത് എന്ന ധ്വനിയുണ്ടോ അതുപോലെയോ അതിനും മേലായിട്ടോ അരുത് എന്നൊരു ധ്വനിയുണ്ട് തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്ന അല്ല 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 എന്ന പ്രയോഗം. അപ്പോൾ എങ്ങനെ അലങ്കരിക്കാൻ പാടില്ല? ഈ പറഞ്ഞ രീതിയിലുള്ള വേഷഭൂഷാദികളോടുകൂടെ അലങ്കരിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് അലങ്കരിക്കേണ്ടത് നോക്കിക്കേ. അവിടെ പറയുന്നത് അതിൻ്റെ വിശദീകരിക്കാതെ പറയാനേ ഇനി പറ്റുകയുള്ളൂ. നിങ്ങൾക്കത് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. നോക്കിക്കേ എങ്ങനെയാണ് അലങ്കരിക്കേണ്ടത്. അതിൻ്റെ 9-ാമത്തെ വാക്യം, അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച്, പിന്നെ ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. ഈ നാണം വേണമെന്ന്, നാണം, അതാണ് ലജ്ജ. മനസ്സിലായോ? പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം അത് ഇങ്ങോട്ട് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കും എൻ്റെ സദാചാര ബോധം കുറച്ചൊക്കെ എന്നെ പിടിച്ച് നിയന്ത്രിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. സങ്കടമല്ലേ ചിലതൊക്കെ നടക്കുന്നത് കണ്ടാൽ.
ഇതുങ്ങളുടെ ഈ തൊലി എങ്ങനെയുള്ളതാണെന്ന് തോന്നിപ്പോകും. കാട്ടുപോത്തിൻ്റെ തൊലി എങ്ങനെ സാധിക്കുന്നു അറിയില്ലേ? നമ്മളൊരു വസ്ത്രമൊക്കെ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കണ്ണാടിയിൽ നോക്കണം, ഇത് എൻ്റെ ഭക്തിക്ക്, എൻ്റെ വിശ്വാസത്തിന്, എൻ്റെ വേർപാടിന് ചേരുന്നതാണോ? ആദ്യം മനസ്സിലാക്കേണ്ടത് അമ്മമാരാണ്. എൻ്റെ കുട്ടി ഇങ്ങനെയൊക്കെ പോകുന്നത് ശരിയാണോ? അവരാ മനസ്സിലാക്കേണ്ടത്. പണ്ടത്തെ നമ്മുടെ അമ്മമാർക്കൊക്കെ വലിയ വിദ്യാഭ്യാസവും ഡിഗ്രിയും ഒന്നും ഇല്ലെങ്കിലും ഈ വിഷയത്തിലൊക്കെ ഒരു വ്യക്തതയുണ്ട്, ഒരു ബോധ്യമുണ്ടായിരുന്നു. അവരുടെ മക്കളെ നന്നായിട്ട് അത്തരം വിഷയങ്ങളിലൊക്കെ ശീലിപ്പിച്ച് വളർത്തിയവരാ. അങ്ങനെ വളർന്നു വന്ന ഇപ്പോഴത്തെ അമ്മമാർക്ക് ആ ബോധമില്ലാതെ പോകുന്നല്ലോ എന്നത് വേദനയോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറയട്ടെ, ഈ ചുരിദാർ എന്ന് പറയുന്നൊരു വസ്ത്രമുണ്ടല്ലോ, സാമാന്യ യോഗ്യമായ ഒരു വസ്ത്രമെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ചുരിദാർ നല്ല യോഗ്യമായൊരു വസ്ത്രമാണ്. അത് ഒരു പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റാ ആണോ അല്ലയോ? ഞാൻ ധരിക്കാറില്ല, ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാണ് അതിനകത്തുള്ള സെറ്റ്? ഏതൊക്കെയാ പറ. പാൻറ്റ്, പിന്നെ ടോപ്പ്, പിന്നെ ഷോൾ. നല്ലതല്ലേ? ഇത് ശരിയായ വിധത്തിൽ അണിഞ്ഞു നടക്കും, നല്ല യോഗ്യമായ വിശ്വാസിക്കും അവിശ്വാസിക്കും ഒക്കെ ചേരുന്ന ഒരു വസ്ത്രമാണ്. പക്ഷെ ഇന്നോ നോക്ക്, അതിൽ ഒരെണ്ണം കാക്ക കൊണ്ടുപോയി. ഏതാണെന്നറിയാമോ? അത് അവന് വേണോ, അത് കൊണ്ടുപോയി. ഇപ്പോൾ ഇത് വേണ്ട, സഭായോഗത്തിന് വരുന്നതിനും വേണ്ട. ഇതിനെതിരെ സഭയിലെ മൂപ്പന്മാർ പറയുമോ? പറഞ്ഞാൽ മൂപ്പൻ്റെ അന്നത്തോടെ ആ സ്ഥാനവും പോകും. പറയാൻ പറ്റത്തില്ല. മൂപ്പൻ പറഞ്ഞാൽ പറയും, പിന്നെ കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, അറിയാം എനിക്ക് എന്ന് തിരിച്ചു പറയും. അപ്പോൾ വളരെ സങ്കടത്തോടുകൂടെ ഓർക്കേണ്ടതാണ്. ഞാൻ എൻ്റെ മാന്യത നിലനിർത്തി അധികം അപ്പുറത്തൊന്നും പറയുന്നില്ല, മനസ്സിലായി? ഇനി അത് തന്നെ നോക്കിക്കോ. അതിൻ്റെ തന്നെ ഇപ്പോൾ പാൻറ് എന്തായി? ചിലത് ഇതുണ്ടോ എന്ന് സംശയമായി. ഇപ്പോൾ ഇനി പറയണ്ടല്ലോ, മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നമ്മളൊരു വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ലജ്ജ വേണം, നാണം വേണം. നാണം നടക്കുമ്പോൾ പുറത്തുള്ളവർ കാണുമ്പോൾ. അങ്ങനെയെങ്കിൽ ഞാൻ സ്നാനപ്പെടുന്നില്ല എന്നെങ്ങാനും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, പെട്ടില്ലെന്ന് പറഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താന്നേ, ഇത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് ഈ പുസ്തകത്തിന് അപമാനം വരുന്ന വിധത്തിൽ നടക്കുന്നതിനേക്കാൾ ഇത് അങ്ങനെയുള്ളവർ പെടാതിരിക്കുക നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പെടാതിരിക്കുക നല്ലത്. ലജ്ജാശീലത്തോടും സുബോധം. ചിലതിനൊക്കെ കണ്ടാൽ ഇത് സുബോധം എന്നോ പോയി എന്ന് തോന്നിപ്പോവും. ആ പരുവത്തിലല്ലേ നടക്കുന്നത്. കൊച്ചുകുഞ്ഞുപതീശയുടെ കാലത്ത് ഫാഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൗസിൻ്റെ കൈ ഇങ്ങനെ പൊങ്ങി വരുന്ന കാലമാണ്. ഇന്നുള്ള വേഷങ്ങളൊന്നും അന്നില്ല. അതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു. അപ്പോൾ ഉപദേശി ഇങ്ങനെ പ്രാർത്ഥിച്ചെന്നാണ്, കർത്താവേ, കക്ഷം വരെ വരും മുമ്പേ നീ എന്നെ സ്വർഗത്തിലെടുക്കണേ എന്ന്. ആ ഉപദേശി ഇന്നെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ ഉപദേശി പോയേനുമായിരുന്നു, അല്ലേ? എന്തോ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ. ആരാ ഇതൊക്കെ വിലങ്ങിടുന്നത്? ഇത് പറയുമ്പോൾ ചിലർ പറയുന്നത് ഇവർക്ക് ഈ വസ്ത്രത്തിൻ്റെ കാര്യത്തിലേ ഉള്ളൂ. ആര് പറഞ്ഞല്ല, വേറെ ഒന്നും അല്ലെന്ന് ആരാ പറയുന്നത്? എടോ, നിങ്ങൾ എന്തൊക്കെ മനസ്സിൽ ഉദ്ദേശിക്കുന്നു അതൊക്കെ അരുതെന്നും പാടില്ലെന്നും പറയുക. അതിൻ്റെ കൂട്ടത്തിൽ ഇതും അരുതെന്നുള്ളതാണ്. ശരിയായ സാക്ഷ്യത്തോടും മാതൃകയോടും ലോകത്തിൻ്റെ മുമ്പ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. ഏത് വിഷയത്തിൽ? എല്ലാ വിഷയത്തിലും അതിൽ പെടുന്നതാണ് ഇതും. ഇതിന് സമൂഹത്തിൻ്റെ മുമ്പിൽ മാതൃക കാണിക്കേണ്ട ദൈവമക്കൾ, ക്രിസ്തീയ വിശ്വാസികൾ അവരാ. ആട്ടെ, ഞാൻ അധികം അതിൻ്റെ ഭാഗത്തുനിന്നൊന്നും വിവരിക്കാൻ വരുന്നില്ല. അപ്പോൾ ആഭരണം അതിൻ്റെ കൂടെ വരുന്നതാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട ഒരു ദൈവ പൈതലിന് ആഭരണം ഭൂഷണം അല്ല. ഇപ്പം നമ്മുടെ കുറേ ആളുകളുണ്ട്, അതങ്ങനെ അങ്ങ് നിർബന്ധിക്കാൻ പാടില്ല. നിർബന്ധിച്ച് നമ്മളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരാളിനെ ആത്മഹത്യയിലേക്ക് നയിക്കും പോലെയാണ്, അതങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദം കൊളുത്തിക്കൊണ്ടിരിക്കുക. ഈ മാന്യന്മാർ പറയുന്നൊരു വാക്കുണ്ട്, ഇത് ഞങ്ങൾക്ക് വേണ്ട, പിന്നെ നിങ്ങൾ ഇടുന്നതിന്. ഇപ്പോൾ ഒരു ഗ്ലാസ് മദ്യം എടുത്ത് വെച്ചിട്ട് ഞാൻ പറയും ഇത് ഞാൻ കുടിക്കുകയില്ല, ബ്രദർ വേണമെങ്കിൽ എന്ത് ചെയ്തോ കുടിച്ചു എന്ന് പറയും പോലെ ഉള്ളൂ. എനിക്കും വേണ്ട, എൻ്റെ മക്കൾക്കും വേണ്ട, വേറൊരാൾ ഇടുന്നതിന് എനിക്ക് വിരോധമില്ല. എടോ, ഞാൻ കുടിക്കത്തില്ല, നീ കുടിക്കെന്ന് പറയും പോലെ അല്ലേ അത്? എന്തുകൊണ്ടാണ് നിനക്ക് വേണ്ടാത്ത? ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് താങ്കൾക്ക് വേണ്ടാത്ത? താങ്കൾക്ക് എന്തുകൊണ്ട് വേണ്ട? എന്തെങ്കിലും ഒന്നില്ലേ അതിനകത്ത് വേണ്ട എന്ന് പറയാൻ? അതുപോലെ ആഗ്രഹിക്കും മറ്റൊരാളും കൂടെ അങ്ങനെ ആകാൻ.
അപ്പോൾ ഒരുപാട് ആത്മഭാരം അങ്ങ് വരും. അതിനൊക്കെ മറുപടി പറയേണ്ട സമയമല്ല, അത് ഞാൻ അങ്ങ് വിടുന്നു. ഇവിടെ പറയുന്നത് ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. വസ്ത്രത്തിൻ്റെ കാര്യം അപ്പോൾ ചോദിക്കും, പിന്നെ വിലയേറിയ വസ്ത്രം ആര് പറഞ്ഞു വിലയേറിയ വസ്ത്രം ധരിക്കണമെന്ന്? വില കൂടിയ വാഹനം ആര് പറഞ്ഞു വില കൂടിയ വാഹനം വാങ്ങണമെന്ന്? ആര് പറഞ്ഞു വലിയ വമ്പൻ മാളികൾ വയ്ക്കണമെന്ന് ആര് പറയുന്നു? അതൊക്കെ ഞങ്ങൾ അതോടൊപ്പം സമ്മതിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ പറയുന്ന ആഭരണവും നമ്മൾ എന്ത് ചെയ്യുന്നു? അരുതെന്ന് പറയുന്നു. അല്ലാതെ അതിനകത്ത് ഒരു കാര്യം മാത്രമല്ല പറയുന്നത്, അത് വേർപെടുന്ന വിശ്വാസികൾ. അപ്പോൾ അങ്ങനെ ആയിരുന്നോ എല്ലാവരും? നോക്കിക്കോ, നമ്മൾ പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം, ഇവിടുത്തെ 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. നിങ്ങളുടെ അലങ്കാരം കിട്ടിയോ? തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇനി ഒരു വാക്ക് ശ്രദ്ധിച്ചോ. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ എങ്ങനെയാണ് അവർ അലങ്കരിച്ചിരുന്നത്? നേരത്തെ പറഞ്ഞതൊക്കെ എന്താണോ അങ്ങനെ എങ്ങനെയുണ്ട്, അങ്ങനെ ആകണമെന്നാണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇങ്ങനെയല്ലോ എങ്ങനെ എന്ന് മുകളിൽ പറഞ്ഞതുപോലെയാണ് പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ, ദൈവഭക്തിയുള്ള സ്ത്രീകൾ ആയിരുന്നത്. അങ്ങനെ ഇന്നും വരണമെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ആട്ടെ, സമയം തീരാറായി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ചെറിയ വിഷമം എന്നോട് തോന്നിയിട്ടുണ്ട്, എനിക്കറിയാം. വിഷമിക്കേണ്ട, ഞാൻ വചനമാണ് പറഞ്ഞത്, ദൈവവചനത്തിൽ നിന്നുമാണ് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ വചനത്തിൽ മുറുകെ പിടിച്ച് വചനസത്യത്തിന് പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് പോയാൽ ലോകത്തിൽ അംഗീകാരമൊന്നും കിട്ടത്തില്ല. ലോകത്തിൽ നമുക്കൊരുപാട് പ്രശസ്തിയും പേരും പെരുമയും ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ അത് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നോക്കിക്കുക, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊരു വാഗ്ദത്വം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള ഭാഗത്ത് വേർപാടിൻ്റെ വിഷയം വളരെ ശക്തമായി ദൈവദാസൻ പൗലോസ് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് ശ്രദ്ധിച്ചോ. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീനെന്ന് ആരാ അരുളി ചെയ്യുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. അടുത്ത്, ഞാൻ നിങ്ങളെ അവിടെ ഒരു വാക്ക് വിട്ടു ഞാൻ അവിടെ പറയുന്നുണ്ട്, എന്നാൽ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. അതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചോ. അങ്ങനെ വന്നാൽ ലോകം നമ്മെ കൈക്കൊള്ളുമെന്ന് വിചാരിക്കേണ്ട. ലോകം ചിലപ്പോൾ ചിരിച്ചു എന്ന് വരത്തില്ല, ലോകം ഒരുപക്ഷെ ഹസ്തദാനം തന്നു എന്ന് വരത്തില്ല, ലോകത്തിൻ്റെ സ്വാഗതം നമുക്ക് ലഭിച്ചു എന്ന് വരത്തില്ല. ലോകം തള്ളും, ഉപേക്ഷിക്കും. അങ്ങനെയൊക്കെ വിട്ടു വന്നവരെ ലോകം തള്ളിയിട്ടുണ്ട്, ഉപേക്ഷിച്ചിട്ടുണ്ട്. വിട്ടതിൻ്റെ പേരിൽ, വെറുത്തതിൻ്റെ പേരിൽ, ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ എന്തോരം ഉപദ്രവങ്ങളും നിന്ദയും അപമാനവും ഒറ്റപ്പെടുത്തലും പരിഹാസവും ഒക്കെ സഹിച്ചുകൊണ്ട് നിന്നു നമ്മുടെ മുമ്പേ ഉള്ള മാതാക്കളും പിതാക്കന്മാരും ഒക്കെ. അവരോടാണ് പറയുന്നത്, എന്നാൽ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് ഇല്ലേ, എന്താ ഉണ്ടായിരിക്കുന്നത്? അതിനകത്ത് പറയുന്നില്ലേ, എന്നാൽ അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മെ കൈവിടത്തില്ല, ദൈവം നമ്മെ അംഗീകരിക്കും. അതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ദൈവം അവരുടെ ദൈവം എന്ന് പറയാൻ എന്ത് ചെയ്യുന്നില്ല? ലജ്ജിക്കുന്നില്ല. സ്തോത്രം. അത് മതി നമുക്ക്. അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് സ്നേഹത്തോടെ ഞാൻ കൊച്ചുമക്കളോടൊക്കെ പറയാം, നമ്മൾ ഇങ്ങനെ ഒരു സാക്ഷ്യം പാലിച്ച് ലോകത്തിൽ ജീവിച്ചാൽ നമ്മൾ ആർക്ക് വേണ്ടിയാണ് അതിങ്ങനെ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ്? കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി. നിങ്ങൾ പറയാതെ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ. ലോകത്തിലുള്ള എല്ലാ ആളുകളെയും അവരവരുടെ രീതിയിൽ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ കുഞ്ഞുങ്ങളോട് പറയാം, ഒരു മുസ്ലിം കുട്ടിയെയോ സ്ത്രീ, നിങ്ങൾക്കറിയില്ലേ, അടുത്ത കാലത്തെ ഒരു സ്കൂളിൽ തട്ടം വിട്ടുപോയ ഒരു കുട്ടിയുടെ പേരിൽ എന്തോ ഒരു വിവാദമാണ് വന്നേ, എന്തോ ഒരു വിവാദം. ഞാൻ അതിനകത്ത് ഒരു പോയിന്റ് ഞാൻ പറയാം. അതിൻ്റെ ശരിയും സ്കൂളുകാരുടെയോ വന്നവരുടെയോ തെറ്റും ശരിയും ഇവിടെ ഞാൻ പറയാൻ വരുന്നില്ല. പക്ഷെ ആ വിഷയത്തിൽ ആ കുടുംബക്കാരുടെ നിലപാട് ഇവിടെ നമുക്കൊരു മാതൃകയാണ്. അവരുടെ മതപരമായ ഒരു ആചാരത്തിന് വേണ്ടി അവർ ഔദ്യോഗിക തലത്തിൽ എന്തോ ഒരു വില കൊടുത്ത് നിൽക്കുന്നു. സിഖുകാരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സിഖുകാരെ ലോകത്തിലെവിടെ പോയാലും അവരെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും.
ഇതുപോലെ ചില പ്രധാനപ്പെട്ട ചില പ്രത്യേക ആളുകൾ, അവർ ഏത് സമുദായത്തിൽ ഏത് ലോകത്തിൽ എവിടെ പോയാലും അവരെ നമുക്ക് തിരിച്ചറിയാം. അവർ ഇന്ന സമുദായത്തിൽപ്പെട്ട, ഇന്ന വിഭാഗത്തിൽപ്പെട്ട ഇന്ന ആളുകളാണ്. നമ്മളെയോ, നമ്മുടെ ഇടയിലുള്ള ചിലരെ ആരാധനയ്ക്ക് വരുമ്പോൾ അറിയാം ഇവർ അതിന് തക്കതായ രീതിയിൽ വരാനും ഒരുങ്ങാനും ഒക്കെ അവർക്കറിയാം. അടുത്ത ദിവസം കലോത്സവത്തിന് സ്കൂളിൽ പോയി നോക്കണം, അപ്പോൾ അറിയാം ആള് എങ്ങനെയാന്നുള്ളത്. കല്യാണത്തിന് പോകുമ്പോൾ അറിയാം ഇതല്ലല്ലോ, അതങ്ങനെയാ. നിറം മാറി അതാത് സാഹചര്യങ്ങൾക്കും സന്ദർഭത്തിനും അനുസരിച്ച് വേഷം കെട്ടാൻ നമ്മൾ പോകരുത് പ്രിയപ്പെട്ടവരെ. എവിടെയും എപ്പോഴും കാലത്തോ ഉച്ചയ്ക്കോ വൈകിട്ടോ ആരാധന ദിവസത്തോ മറ്റു ദിവസങ്ങളിലോ സ്കൂളിലോ കോളേജിലോ കടയ്ക്ക് പോകുമ്പോഴോ കല്യാണത്തിന് പോകുമ്പോഴോ എവിടെയായാലും പ്രമാണം നമുക്ക് ഒന്നാണെന്നുള്ളത് മനസ്സിലാക്കുക. ആ നിലയിൽ ഒരു വേർപാടിന് മൂല്യം നൽകി ലോകത്തിൽ ജീവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ വിധത്തിൽ നാം ഏൽക്കുന്ന നിന്ദയ്ക്കും പരിഹാസത്തിനും അപമാനത്തിനും അംഗീകാരം സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക. അങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിച്ചവർ നിലനിൽക്കുകയും ചെയ്യും. അവരുടെ സന്തതി ദൈവം കൈവിടുകയില്ല. അതുകൊണ്ട് നമുക്ക് ആവേശത്തോടുകൂടെ ഈ സാക്ഷ്യം ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ട് പ്രത്യാശയോടെ മുമ്പോട്ട് പോകുവാൻ ദൈവം ഇടവരുത്തട്ടെ. വേർപാടിൻ്റെ മൂല്യം പാലിച്ച് ജീവിക്കുവാൻ